എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററി, അതിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് റെവല്യൂഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു റെവല്യൂഷനാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ. അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ളതുമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈനാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടി കാണിക്കുന്നത്. ആദ്യമേ തന്നെ എന്താണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് 1688 നടന്ന ഒരു വിപ്ലവമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിപ്ലവത്തിൻ്റെ വളരെ ചെറിയ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചിട്ട് വരാം. അതായത് ഈ 17-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. ഒന്ന് ട്യൂഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നോബിൾസും, അതുപോലെ തന്നെ സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നോബിൾസുമാണ്. അപ്പോൾ ഇതിൽ ട്യൂഡർ എന്ന് പറയുന്ന രാജവംശം അല്ലെങ്കിൽ രാജപരമ്പര, അവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ കാലക്രമേണ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് അവരവരുടെ ഭരണരീതികൾ മെച്ചപ്പെടുത്തിയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് പാർലമെൻറ്റ് വേണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അതിനെ മാനിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ഭരിച്ചു പോയിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ട്യൂഡർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതേസമയം സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് കൂടുതലും പാർലമെൻറ്റിന് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളോ അവരത്ര പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും അവർക്ക് കൂടുതലും വേണ്ടത് ഈ പറഞ്ഞ പോലെ പള്ളി, അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഒരു അവരാണ് മെയിൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ കൂടുതലും പള്ളിക്കാർ, ആ ഒരു ഗ്രൂപ്പ്, അതാണ് ഈ സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സാധാരണ മനുഷ്യരുടെ ചില ആവശ്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറിയിലോട്ട് ഒരുപാട് പോകുന്നില്ല, കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് കുടുംബങ്ങളുണ്ടായിരുന്നു, രണ്ട് രാജകുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂഡർ രാജവംശത്തിൽപ്പെട്ട അവരുടെ അവസാനത്തെ രാജ്ഞി എന്ന് പറയുന്ന എലിസബത്ത് രാജ്ഞി മരിക്കുകയാണ്. അപ്പോൾ ആ എലിസബത്ത് രാജ്ഞി മരിക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റുവാർട്ട് ആളുകളാണ് പിന്നീട് ഇംഗ്ലണ്ട് ഭരിക്കാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. അവരാണ് പിന്നെ ഭരിച്ചത്. അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയാണ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് വേറൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഒരു ലാൻഡുണ്ട്. ആ ഒരു ലാൻഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് നിങ്ങൾ ചെറിയൊരു ടാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാൻഡും ചുറ്റപ്പെട്ട ആളുകളെ എല്ലാവരെയും ഭരിക്കാനായിട്ടുള്ള അധികാരം നിങ്ങൾക്ക് കൈവന്ന് ചേരും. അപ്പോൾ അതാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അതായത് ലാൻഡ് ലോഡുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ലാൻഡ് ലോഡും പ്രഭുക്കന്മാരും അവരൊക്കെ കൂടെ അടങ്ങുന്നതാണ് ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂഡർ ഈ രാജപരമ്പര അവർക്ക് ഈ ഒരു ഫ്യൂഡലിസത്തിൽ നിന്ന് അവർ മാറി, അവർ കുറച്ചും കൂടി കോമൺ ആളുകളെ പരിഗണിക്കാനും കൺസിഡർ ചെയ്യാനും തുടങ്ങി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമെല്ലാം തുടങ്ങിയ ആ ഒരു ഘട്ടത്തിലാണ് അവരുടെ അവസാനത്തെ രാജ്ഞിയായിട്ടുള്ള എലിസബത്ത് രാജ്ഞി മരിച്ചു പോവുകയും പിന്നീട് സ്റ്റുവാർട്ട് പരമ്പരയിലുള്ള ജെയിംസ് ഒന്നാമൻ, അത് ഒരിക്കലും മറക്കരുത്, ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് വരികയും ആ രാജാവ് ബ്ലൈൻഡായിട്ട് ഈശ്വരനിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഈശ്വരൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടിയതെന്നും ഒക്കെ കരുതുകയും അതുപോലെ തന്നെ ദൈവത്തിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ വരികയും പള്ളി അതുപോലെ തന്നെ കത്തോലിക്ക സഭയും അവരെല്ലാവരും കൂടി ആണ് രാജ്യം ഭരിക്കേണ്ടത് എന്നൊക്കെ പറയുകയും ചെയ്തതാണ് നമ്മുടെ ജെയിംസ് ഒന്നാമൻ
രാജാവ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഈ വിപ്ലവം ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളത് കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആംഗ്ലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ദൈവമാണ് എല്ലാം, ദൈവം അല്ല കത്തോലിക്ക സഭയാണ് എല്ലാം, ബിഷപ്പാണ് എല്ലാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകളും, അതല്ല സാധാരണ മനുഷ്യരുടെ റൈറ്റുകളാണ് വേണ്ടത്, പാർലമെന്റ് വേണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകൾ. അപ്പം അങ്ങനെ പറഞ്ഞ ഗ്രൂപ്പുകളെ നമ്മൾ പ്രൊട്ടസ്റ്റൻസ് എന്നാണ് പറയുന്നത്, നമ്മൾ അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് എന്നും നമ്മൾ അവരെ പറയാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്യൂഡലിസ്റ്റ് ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുവെ എന്താണ്, വളരെ എലൈറ്റ് കാസ്റ്റിലുള്ള നോബിൾസ് ആണ്. അതേസമയം കോമണേഴ്സ് ആയിരുന്ന ഈ സാധാരണക്കാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ളവർ, ഫിലോസഫേഴ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അതുപോലെ അവിടുത്തെ ചില മെർച്ചൻസ്, അങ്ങനെ വിവരമുള്ളവർ കുറേ പേര് ഈ പറയുന്ന സാധാരണ ആളുകളുടെ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു റവല്യൂഷൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി ഒരുപാട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നതിന് പല പേരുകളാണ്. ഓക്കെ, 6 പേരുകളുണ്ട്. നോക്കിക്കേ, പാലസ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൊട്ടാരവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു റവല്യൂഷൻ. അതുപോലെ തന്നെ പ്യൂരിറ്റൻ റവല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. പ്യൂരിറ്റൻസിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്യൂരിറ്റൻസ്. അപ്പോൾ അവർ മുന്നിട്ടിറങ്ങിയ റവല്യൂഷൻ ആയതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. ഇനി ബ്ലഡ്ലെസ് റവല്യൂഷൻ, അതായത് രക്തരഹിതം, അതായത് ഇവിടെ കൊല്ലുകയോ കൊലപാതകമോ അല്ലെങ്കിൽ ഒരു മസക്കർ അല്ലെങ്കിൽ കൂട്ടക്കുരുതിയോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോര വീഴ്ച അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ബ്ലഡ്ലെസ് റവല്യൂഷനായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോറിയസ് റവല്യൂഷനാണ്. ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കോസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റവല്യൂഷൻ സംഭവിച്ചത്. അതായത് എല്ലാ വിപ്ലവങ്ങളും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, പക്ഷേ എന്നാൽ ഇവിടെ വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇവിടെ എല്ലാവരും പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നും പറയും. അത് മാത്രമല്ല, ബ്രിട്ടനുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു റവല്യൂഷനും ബ്രിട്ടീഷ് പൗരന്മാരുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു റവല്യൂഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ റവല്യൂഷൻ ഓഫ് 1688. അപ്പം ഈ റവല്യൂഷൻ വന്നത് 1688. അതുകൊണ്ട് തന്നെ ഈ റവല്യൂഷനെ നമ്മൾ റവല്യൂഷൻ അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1688 എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിനെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇംഗ്ലീഷ് സിവിൽ വാർ, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, സാധാരണ മനുഷ്യൻ, സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിറ്റിസൺസ്, ഓക്കെ, സാധാരണ അവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ സിവിൽ വാറാണ്, അതായത് അവിടുത്തെ ആളുകൾ, അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, കോമണേഴ്സ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഒരു യുദ്ധവും കൂടിയായിരുന്നു, ഒരു റിവോൾട്ടും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഇംഗ്ലീഷ് സിവിൽ വാർ എന്നും കൂടി നമുക്ക് പറയാം. അപ്പം 6 പേരുകളാണ്: പാലസ് റവല്യൂഷൻ, പ്യൂരിറ്റൻ റവല്യൂഷൻ, ബ്ലഡ്ലെസ് റവല്യൂഷൻ, ഗ്ലോറിയസ് റവല്യൂഷൻ, റവല്യൂഷൻ ഓഫ് 1688, ഇംഗ്ലീഷ് സിവിൽ വാർ. അങ്ങനെ 6 പേരുകളിലാണ് ഈ ഒരു റവല്യൂഷൻ, ഗ്രേറ്റ് റവല്യൂഷൻ, ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ പറയുന്ന 4 രാജാക്കന്മാരെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ജെയിംസ് 1, അത് കഴിഞ്ഞിട്ട് ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. അപ്പോൾ കണ്ടോ, ഈ 4 രാജാക്കന്മാർ. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും ജെയിംസ് ആണ്. ജെയിംസ് 1, ജെയിംസ് 2 യഥാക്രമം. ഓക്കെ, ആദ്യത്തേത് ജെയിംസ് 1, അവസാനത്തേത് ജെയിംസ് 2. ഇടയ്ക്ക് 2 പേരുണ്ട്. ഈ ഇടയ്ക്കുള്ള 2 പേരാണ് ചാൾസ്. ഓക്കെ, ചാൾസ് 1, 2. ഇപ്പം ഇതൊരിക്കലും, ഈ ഒരു ഓർഡർ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇപ്പോൾ കാര്യം വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതിൽ കാണാം. ഇപ്പോൾ വർഷങ്ങൾ ഈ പറയുന്ന ചോദിച്ച് ഈ സമയത്ത് ആരായിരുന്നു, ഈ സമയത്ത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ ഓർഡർ കറക്റ്റായിട്ട് നമുക്കൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം
കിട്ടുന്നതാണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MCQ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ ചെയ്യുന്നതിന് ഒരു നാക്കുണ്ട്. അത് നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ചില ക്ലൂസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്നും കൂടി നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഹൂ എമംഗ് ദ ഫോളോയിങ് മൊണാർക്ക് വാസ് ഇമ്മീഡിയറ്റ്ലി ഡിസ്പോസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688? ക്വസ്റ്റ്യൻ കണ്ടോ? ആഫ്റ്റർ ദി ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നാണ്, അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ രാജാവ് ഇതിൽ ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കിക്കേ. ചാൾസ് 1 ഉണ്ട്, ജെയിംസ് 2 ഉണ്ട്, വില്യം 3, അതുപോലെ തന്നെ ഒലിവർ ക്രോംവെൽ. അങ്ങനെ 4 പേര് ഉണ്ട്. ഈ 4 പേരും ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇമ്മീഡിയറ്റ്ലി ഡിപ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനഭ്രഷ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റെവല്യൂഷൻ്റെ അവസാനം സംഭവിക്കുന്നത്, എൻഡിൽ സംഭവിക്കുന്നത്, ആഫ്റ്റർ മാത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും പറഞ്ഞാൽ തോറ്റത്? ഗ്ലോറിയസ് റെവല്യൂഷനിൽ ഞാൻ പറഞ്ഞു അവസാനം ഒരു രാജാവ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അല്ലേ? ആദ്യത്തെ ഒരു രാജാവ്, അതിനിടയ്ക്ക് 2 പേര്, അവസാനവും ഒരു രാജാവ്. അപ്പോൾ ഈ അവസാനത്തെ രാജാവ് എന്ന് പറയുന്ന ആരായിരുന്നു? ജെയിംസ് 2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ജെയിംസ് 2. Okay, who among the following monarchs was immediately deposed as a result of the glorious revolution of 1688? And answer എന്താണ്? ജെയിംസ് 2. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. The Declaration of Rights adopted after the glorious revolution later became known as? ഇവിടെയും ആഫ്റ്റർ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്, ഞാൻ ആദ്യമേ കഥ പറഞ്ഞതൊന്ന് ആലോചിക്കുക. കഥ എന്തായിരുന്നു? അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു. അവകാശങ്ങൾ അപ്പോൾ നേടിയെടുത്തു, അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ നോക്കുക. ദ മാഗ്ന കാർട്ട, ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്, ദ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്, ദ ആക്ട് ഓഫ് യൂണിയൻ. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതിൽ ഈ പറയുന്ന 4 ഓപ്ഷനും ഇംഗ്ലണ്ടുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് പാസ്സായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? ദ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് പൊളിറ്റിക്കൽ തിങ്കർ സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദ ഓവർത്രോ ഓഫ് ജെയിംസ് 2 അഡ്വക്കേറ്റിംഗ് ദ റൈറ്റ് ടു റെസിസ്റ്റ് ടിറനി? ടിറനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപത്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെയിംസ് 2 എന്ന് പറയുന്ന രാജാവിനെ എന്ത് ചെയ്യുകയാണ്? മാറ്റി. അതായത് ഈ റെവല്യൂഷൻ്റെ റിസൾട്ടായിട്ട് ജെയിംസ് 2 രാജാവിനെ എന്താണ്, അയാളെ സ്ഥാനരഹിതനാക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പ്രക്രിയയെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ തോമസ് ഹോബ്സ് ഉണ്ട്, ജോൺ ലോക്ക് ഉണ്ട്, എഡ്മണ്ട് ബ്രൂക്ക് ഉണ്ട്, തോമസ് മോർ ഉണ്ട്. പക്ഷെ ഇവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തിങ്കറായിരുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ജോൺ ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആരാണ്? ജോൺ ലോക്കാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ ഗ്ലോറിയസ് റെവല്യൂഷൻ വിച്ച് യൂറോപ്യൻ കൺട്രി ഡിഡ് വില്യം ഓഫ് ഓറഞ്ച് ഹെയിൽ ഫ്രം? ഇവിടെയും നമ്മളൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് ജെയിംസ് 2 എന്ന് പറയുന്ന രാജാവിനെ നാട് കടത്തപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം
അദ്ദേഹത്തിന് ഫ്രാൻസിലേക്ക് എക്സൈൽ ചെയ്യപ്പെടും. എക്സൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് പാർലമെന്റ് എല്ലാം ഒരു ഒത്തുതീർപ്പാക്കിയപ്പോൾ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയുമാണ് പിന്നീട് അവിടുത്തെ രാജാവും രാജ്ഞിയുമായിട്ട് ഇവര് വാഴിച്ചത്. അപ്പം ആ രാജാവാണ് ഈ പറയുന്ന വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത്. മരുമകനാണ് വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത്. മകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നീട് നോക്കാം. അപ്പം മരുമകനാണ് ഈ വില്യം ഓഫ് ഓറഞ്ച്. ആരുടെ? ജെയിംസ് സെക്കൻഡിന്റെ. അപ്പോൾ ഇദ്ദേഹം എവിടുന്നാണ് വന്നതെന്നാണ്. ഇപ്പൊ ഫ്രാൻസിലേക്ക് ആര് പോയി? അമ്മായിയപ്പനെ പറഞ്ഞു വിട്ടു. പിന്നെ ഉള്ളത് ആരാണ്? സ്പെയിനുണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ ായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്നതും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതുമായിട്ടുള്ളൊരു രാജ്യമാണ് ആര്? നെതർലൻഡ്സ്. അതുകൊണ്ട് വില്യം ഓഫ് ഓറഞ്ച് വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്തിലെയാണ്. അതുപോലെ തന്നെ നെതർലൻഡ്സും ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും ആണ്. ഇനി അടുത്ത നോക്കുക. The Glorious Revolution led to the establishment of which type of monarchy in England? നമുക്ക് എല്ലാവർക്കും മൊണാർക്കി എന്താണെന്നറിയാം. രാജവാഴ്ച, രാജഭരണം, അതാണ് മൊണാർക്കി. മൊണാർക്ക് എന്ന് പറയുന്നത് ഒരു രാജാവ് കാണും, ആ രാജാവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങളും ജീവിക്കുക. ഇംഗ്ലണ്ടിൽ മൊണാർക്കി ആയിരുന്നു. പക്ഷേ ഗ്ലോറിയസ് റവല്യൂഷൻ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്നോണം ഒരു പുതിയ തരത്തിലുള്ള ഒരു മൊണാർക്കിയാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേറെ അർത്ഥമാനങ്ങളൊന്നുമില്ല. മൊണാർക്കി തന്നെ, രാജാവ് പറയും, അത് കേട്ടോണം എല്ലാവരും, അതാണ്. ഫ്യൂഡൽ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഈ ലാൻഡ് ലോഡുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഓരോ ദേശത്തെയും ഓരോ പ്രൊവിൻസുകളിലെയും പ്രഭുക്കൾക്ക് എന്ത് ചെയ്യും? ചില റൈറ്റുകൾ കൊടുക്കും. അവിടുത്തെ ആളുകളെയും അവിടുത്തെ ജനത്തിനെയും അവിടുത്തെ ഈ പറഞ്ഞ പോലെ ടാക്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക, മേൽനോട്ടം വഹിക്കാനായിട്ട് ഫ്യൂഡൽസിനെ ഏർപ്പാടാക്കും, ഫ്യൂഡേറ്ററീസിനെ ഏർപ്പാടാക്കും. അപ്പോൾ അതാണ് ഫ്യൂഡൽ മൊണാർക്കി. രാജാവും ഉണ്ട്, രാജാവിൻ്റെ കയ്യാളായിട്ട് ഈ പറഞ്ഞ പോലെ കുറേ ആളുകൾ, ലാൻഡ് ലോഡ്സ്, ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ ഹൈ ക്ലാസ് ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഓപ്ഷൻ സി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ജനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നീതി നടപ്പാക്കാനുമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാവും. ഒപ്പം ഈ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുടെ ഭരണം, ചില കാര്യങ്ങളിൽ രാജ്ഞിയുടെ ഭരണം അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണം ആവാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ കോൺസ്റ്റിറ്റ്യൂഷനും രാജാവിൻ്റെ പവർ രാജാവിനും. അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. ഇനി ഡി എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കൻ മൊണാർക്കി. ഈ റിപ്പബ്ലിക്കൻ മൊണാർക്കി എന്ന് പറയുന്നതും റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സെയിം സാധനം, നമുക്ക് നമ്മളെ ഭരിക്കാനായിട്ട് ജനങ്ങൾ തന്നെ ഒരു ഉണ്ടാക്കുക, ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് അല്ലേ. അതുപോലെ ഇവിടെ ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ ഒരു പ്രത്യേക അധികാരമൊന്നുമില്ല. അപ്പം അങ്ങനെ. പക്ഷേ ഇംഗ്ലണ്ടിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാം. ഓപ്ഷൻ സി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇംഗ്ലണ്ടിലൊരു രാജാവുണ്ട്, എന്നാൽ അവിടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മിനിസ്റ്റേഴ്സും ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് അവിടെ ഫോളോ ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഇനി വിച്ച് മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഈസ് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ആഫ്റ്റർ മാത്ത് ഓഫ് ദി ഗ്ലോറിയസ് റെവല്യൂഷൻ? മിലിറ്ററി കോൺഫ്ലിക്റ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, മിലിറ്ററി എന്ന് പറയുമ്പം ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ കാലഘട്ടത്തിന് മുന്നേ അവിടെ ചില മിലിറ്ററി സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് അപ്പോൾ ഈ ഗ്ലോറിയസ് റവല്യൂഷൻ അഗ്രിമെൻറ്റിലൊക്കെ വന്നു, എല്ലാം ഓക്കെ ആയി, എല്ലാവരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, വേണ്ടാത്തവരെയൊക്കെ നാട് കടത്തി, അല്ലാത്തവർക്കൊക്കെ അധികാരം കൊടുത്തു, അങ്ങനെ ജനങ്ങൾ ജയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പോലും അവിടെ ചെറിയ ചെറിയ മിലിറ്ററി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ആ മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ എന്ന് പറയുന്നത് ദ ഇംഗ്ലീഷ് സിവിൽ വാർ, ബി ദ 9 years war, C the 100 years war, D the war of the roses. ഇതിൽ നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സിവിൽ വാർ എന്തായാലും അല്ല. അതെന്താണ്? അത് നമ്മുടെ ഗ്ലോറിയസ് റവല്യൂഷൻ്റെ വേറൊരു പേരാണ്. ബാക്കി 3 നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലേ. 100 years war ഒരിക്കലും ആകാൻ ചാൻസ് ഇല്ല. വാർ ഓഫ് ദി റോസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദ 9 years war ആണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. വളരെ നല്ലൊരു ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കോസ് ഓഫ് ദി ഗ്ലോറിയസ് റവല്യൂഷൻ? ഇത് ഏത് കൊച്ചുകുട്ടിക്കും ഇപ്പോൾ പറയാനായിട്ട് സാധിക്കണം. നോക്കിക്കേ, ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. എ, പ്രൊട്ടസ്റ്റന്റ് ഫിയേഴ്സ് ഓഫ് കാത്തോലിക് അബ്സല്യൂട്ടിസം under James II. B, economic recession caused by agricultural failure. C, popular support for James II's taxation policies. D, religious support for Catholic reformation. എന്താണ് കറക്റ്റ്? എന്തായിരുന്നു കാര്യം ഈ ഗ്ലോറിയസ് റവല്യൂഷൻ്റെ കാര്യം? സംഭവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കത്തോലിക്കരും ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റൻസും തമ്മിലുള്ളൊരു ചെറിയൊരു കുഞ്ഞൊരു വഴക്ക്, അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു പ്രധാനമായിട്ടും അതിലുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഫസ്റ്റ് വൺ, പ്രൊട്ടസ്റ്റന്റ് ഫിയേഴ്സ് ഓഫ് കാത്തോലിക് അബ്സല്യൂട്ടിസം അണ്ടർ ജെയിംസ് II. ഇപ്പോൾ ജെയിംസ് II അദ്ദേഹം കൊണ്ടുവന്ന അബ്സല്യൂട്ട് കത്തോലിക്കിസം, അങ്ങനത്തെ ഒരു 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 ഐഡിയ, അതാണ് ഇവരെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയ ഒരു റവല്യൂഷനായി ഇത് മാറിയത്, വളരെ സീരിയസ് ആയിട്ടുള്ള റവല്യൂഷനായിട്ട് മാറിയത് ജെയിംസ് II ഒരു കാലഘട്ടത്തിലാണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ബേബി whose birth in 1688 triggered the panic among the Protestant leaders? പ്രൊട്ടസ്റ്റന്റ് ലീഡേഴ്സിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ബഹളം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാനിക്, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബേബി ഉണ്ടായിരുന്നു. അതാരാണ്? അത് വളരെ രസകരമായൊരു ചോദ്യമാണ് അല്ലേ. ചോദിക്കാം. ഒരു തവണ ഈ ബി.എഡിൻ്റെ സോഷ്യൽ സയൻസിന് ഒരു തവണ ചോദിച്ച ചോദ്യമാണിത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജെയിംസ് ഫ്രാൻസിസ് എഡ്വേർഡ് സ്റ്റുവർട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ആക്ട് എൻഷുർഡ് ദാറ്റ് ഓൺലി എ പ്രൊട്ടസ്റ്റന്റ് കുഡ് അസെൻറ്റ് ടു ദ ഇംഗ്ലീഷ് ത്രോൺ ആഫ്റ്റർ ദ ഗ്ലോറിയസ് റവല്യൂഷൻ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഒരു റവല്യൂഷന് ശേഷം ഒരു നിയമം വന്നു. പല നിയമങ്ങളുണ്ട്. ഒരു നിയമം വന്നു. ഈ കത്തോലിക്ക സഭയിൽ പെട്ട ഒരു വ്യക്തി ഇപ്പം രാജകുടുംബത്തിലേക്ക്, അതായത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം അങ്ങനൊരു അഫിലിയേഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കത്തോലിക്ക ആൾക്ക്, അത് സ്ത്രീയോ ആകാം പുരുഷനോ ആകാം, അതവരുടെ കാര്യം. അപ്പം ആ കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരാൾ ഇംഗ്ലീഷ് ത്രോണിലേക്ക് വരാൻ പാടില്ല എന്ന ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു ആക്ട് ഉണ്ടായി. ഈ ഗ്ലോറിയസ് റവല്യൂഷന് ശേഷമാണത്. ആ ആക്ടിന് പറയുന്ന പേരെന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. എ, ആക്ട് ഓഫ് ടോളറേഷൻ 1689, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് 1701, ടെസ്റ്റ് ആക്ട് ഓഫ് 1673, ഹേബിയസ് കോർപ്പസ് ആക്ട് ഓഫ് 1679. ഇതിൽ ഹേബിയസ് കോർപ്പസ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ബാക്കി 3 ചെറിയൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. ഉത്തരം മറ്റൊന്നുമല്ല, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. അപ്പം ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഒരു പ്രൊട്ടസ്റ്റന്റ് വ്യക്തിക്ക് മാത്രമേ ഇംഗ്ലീഷ്
ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടൻ ത്രോൺ, അതായത് ആ രാജ്യത്തിൻ്റെ രാജാവോ അല്ലെങ്കിൽ പരമാധികാരിയോ ആകാൻ സാധ്യമാകുള്ളൂ. ഒരു പ്രൊട്ടസ്റ്റന്റ് വംശജന് മാത്രമേ, പ്രൊട്ടസ്റ്റന്റ് ആ ആശയത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ആക്ടിനെ പറയുന്ന പേരാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് 1701. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അത് ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്ത് നടന്നു എന്ന് പറയുന്നതിന് പകരം, അതായത് നമ്മൾ ഹിസ്റ്ററിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു സ്റ്റാൻഡേർഡ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ, MCQ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് എന്ത് നടന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും പണ്ട് നടന്നതിൻ്റെ പൊരുളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ പണ്ട് നടന്നത് നമുക്കിപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അതിന് ശേഷം എന്തുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് 1701 എന്നുള്ളത് ഒരു കാരണവശാലും മറക്കാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗ്ലോറിയസ് റെവല്യൂഷൻ വില്യം ഓഫ് ഓറഞ്ച് ലാൻഡഡ് ഇൻ ഇംഗ്ലണ്ട് അറ്റ് വിച്ച് ലൊക്കേഷൻ? എവിടെയാണ് ഈ വില്യം ഓഫ് ഓറഞ്ച്, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പറഞ്ഞ പോലെ ജെയിംസ് രണ്ടാമനെ ഇയാളിവിടെ നിൽക്കണ്ട, നിങ്ങൾ ഫ്രാൻസിലോട്ട് പൊക്കോളൂ, ഇവിടെ ആബ്സലൂട്ട് കത്തോലിക്സം പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നാട് കടത്തുകയും അദ്ദേഹത്തിൻ്റെ മകൾക്കും മരുമകനും അവകാശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മരുമകൻ എവിടെയാണ് ശരിക്കും വന്നത്? വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് നെതർലാൻഡ്സിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹം എവിടെയാണ് വന്നതെന്നാണ് ചോദ്യം. അദ്ദേഹം വന്നത് ടോർബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇനി who was the Catholic monarch replaced by the Protestant monarchs William and Mary? വില്യം ആൻഡ് മേരി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജെയിംസ് സെക്കൻഡ് രാജാവിൻ്റെ മകളും മരുമകനുമാണ്. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് മൊണാർക്സ് ആണ്, വില്യവും മേരി എന്ന് പറയുന്നത്. ഇവരെയും എന്ത് ചെയ്തു? മാറ്റി, ഇവരുടെ ആ ഒരു സ്ഥാനവും മാറ്റം ചെയ്യപ്പെട്ടു. ഹു വാസ് ദ കാത്തോലിക് മൊണാർക്ക് റീപ്ലേസ്ഡ് ബൈ ദ പ്രൊട്ടസ്റ്റന്റ് മൊണാർക്സ് വില്യം ആൻഡ് മേരി? അതായത് ഏത് കത്തോലിക് മൊണാർക്കിനെയാണ് വില്യവും മേരിയും എന്ത് ചെയ്തത്? സ്ഥാനമാറ്റപ്പെടാനായിട്ട് കാരണമായത്? അതായത് വേറൊന്നുമില്ല, അതിൻ്റെ ആൻസർ സിമ്പിളാണ്. അവരുടെ മേരിയുടെ അച്ഛനെ തന്നെയാണ്. ആര്? ജെയിംസ് സെക്കൻഡ്. ഒരു ചോദ്യം തന്നെ രണ്ട് രീതിയിലാണ് ചോദിച്ചത്. ഒന്ന്, ജെയിംസ് രണ്ടിന് ശേഷം ആര് വന്നു, വന്ന ആൾ എവിടെ വന്നിറങ്ങി, വന്ന ആൾ എവിടുത്തെ നാട്ടുകാരനായിരുന്നു, വന്ന ആളും ഈ ആളും തമ്മിൽ, ജെയിംസ് സെക്കൻഡുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആരെയും കൺഫ്യൂസ് ചെയ്യുന്നൊരു ചോദ്യമായിരുന്നു. ഏത് കത്തോലിക്ക മൊണാർക്കിനെയാണ് റീപ്ലേസ് ചെയ്തത്? അതാണ് ചോദ്യം. ഇപ്പോൾ ജെയിംസ് സെക്കൻഡിനെയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രൂ സ്ട്രോങ്ങർ ഡ്യൂ ടു ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ബൈ ലിമിറ്റിംഗ് ദ കിങ്സ് പവേഴ്സ്? Which major institution grew stronger due to the glorious revolution by limiting the king's power? രാജാവിൻ്റെ അധികാരം ക്ഷയിപ്പിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കുതിച്ചു വന്നു. ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കിക്കേ. ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ബി ബ്രിട്ടീഷ് പാർലമെൻറ്റ്, സി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡി റോയൽ നേവി. ഇതിലെന്തായാലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആയിരിക്കാൻ ഒരു വഴിയില്ല അല്ലേ? അപ്പം ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇനി അടുത്തത്, ദ ബ്ലഡ്ലെസ് റെവല്യൂഷൻ റെഫേഴ്സ് ടു വിച്ച് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? എന്താണ് ഇത്രയും ആന ചോദ്യങ്ങൾക്കിടയിൽ എന്തിനാണ് ഈ ഒരു കുഞ്ഞു ചോദ്യം എന്ന് ചോദിക്കാം. ഒന്നിനുമല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് നോക്കുക. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഗ്ലോറിയസ് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ. ഉത്തരം എന്താണ്? ദ ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇനി അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദി ഗ്ലോറിയസ് റെവല്യൂഷൻ? നമ്മൾ നേരത്തെ ഡയറക്റ്റ് കോസ് നമ്മൾ പഠിച്ചു അല്ലേ? പ്രൊട്ടസ്റ്റൻസും കാത്തോലിക്കസും കൂടെ ഉള്ള ആ ഒരു വഴക്കായിരുന്നു മെയിൻ കാര്യം. ഇവിടെ ഡയറക്റ്റ് ആയിട്ടല്ല, എന്നാൽ പ്രധാനപ്പെട്ട ഒരു കോസ് എന്തായിരുന്നു, ഒരു റിസൾട്ട് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ഗ്ലോറിയസ് റെവല്യൂഷനിൽ എത്തിച്ചേർന്നത് എന്ത് കാരണമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ലിമിറ്റേഷൻ ഓൺ റോയൽ അതോറിറ്റി. Option B, strengthening of parliamentary sovereignty. Option C, restoration of Catholic monarch. Option D, guarantee of certain individual rights. ഏതായിരിക്കും? ഒന്ന്, റോയൽ അതോറിറ്റിയിലുള്ള ലിമിറ്റേഷൻ ആണോ, അല്ലെങ്കിൽ പാർലമെൻ്ററി സോവറിനിറ്റി, അതായത് പാർലമെൻ്റ് ആണ്
സോവറിൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ കത്തോലിക് മൊണാർക്കിനെ വീണ്ടും കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലുമാണോ, അല്ലെങ്കിൽ ഗ്യാരണ്ടി സർട്ടൺ സിവിൽ റൈറ്റ്സ്, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനുള്ള എന്തെങ്കിലും ഗ്യാരണ്ടി ആണോ, എന്തായിരുന്നു നോക്കാം. ആൻസർ റീസ്റ്റോറേഷൻ ഓഫ് കത്തോലിക് മൊണാർക്സ്. അവിടെ നമ്മളൊരു കാര്യം, ഒരു കുഞ്ഞ് കഥയുണ്ട് അതിൻ്റെ പുറകിൽ. അതായത് ജെയിംസ് ഒന്നാമൻ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് ആള്, ഓക്കെ, ആദ്യത്തെ ജെയിംസ് വന്നു, ഈ പറഞ്ഞ പോലെ ദൈവമാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചാൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചാൾസിൻ്റെ മകൻ അച്ഛൻ്റെ പാത തന്നെ, അതായത് അതെ ദൈവം തന്നെയാണ് എല്ലാം വലുത്, ഈ പാർലമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്ന വ്യക്തി വന്നു. അത് ഈ പറഞ്ഞ ചാൾസ് ഒന്നാമൻ്റെ മകനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന അവസാനത്തെ ജെയിംസ് എന്ന് പറയുന്ന ഈ ചാൾസ് രണ്ടാമൻ്റെ ബ്രദറാണ്, സഹോദരനാണ്. അപ്പോൾ ഈ അവസാനം വന്ന ഈ ജെയിംസ് സഹോദരനും എന്താണ് ചെയ്തത്? എല്ലാവരും വിചാരിച്ചത് ഇപ്പം ഇത്രയും വർഷങ്ങളൊക്കെ ആയി, ഇത്രയും നാളും പൊരുതുന്നു, ഇച്ചിരി ബോധമൊക്കെ ഉണ്ടായിരിക്കും, ആളുകളെയൊക്കെ മാനിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുമെന്നൊക്കെ കരുതിയിട്ടാണ് അദ്ദേഹത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്, ജെയിംസ് സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം എന്താണ് ചെയ്തത്? വീണ്ടും കത്തോലിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ദൈവമാണ് എല്ലാം, ബിഷപ്പിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം എല്ലാം എന്നൊക്കെ കൊണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തോലിക്ക സഭയെ, അല്ലെങ്കിൽ കത്തോലിക്ക ആ ഒരു വിഭാഗത്തിന് മാത്രമേ എല്ലാ അധികാരങ്ങളും ഉള്ളൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? അവസാനം അദ്ദേഹത്തിന് നാട് കടത്തേണ്ടി വന്നത്. അദ്ദേഹം ഭരിക്കണ്ട, പകരം അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തിൻ്റെ മരുമകനും ഭരിക്കട്ടെ, അവരോടെ നിൽക്കട്ടെ, നിങ്ങൾ പൊക്കോ എന്ന രീതിയിൽ കാര്യങ്ങളായത്. ഇപ്പോൾ റീസ്റ്റോറേഷൻ ഓഫ് കത്തോലിക് മൊണാർക്കായിരുന്നു ഈ ഒരു കാര്യക്കാര്. എല്ലായ്പ്പോഴും കത്തോലിക്ക മൊണാർക്കാണ് വരുന്നത്, പ്രൊട്ടസ്റ്റൻസിലെ മൊണാർക്സ് ആരും വരുന്നില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നു. ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഡോക്യുമെന്റ് സ്പെസിഫിക്കലി പ്രൊഹിബിറ്റഡ് ദ മൊണാർക്ക് ഫ്രം സസ്പെൻഡിങ് ലോസ് വിത്തൗട്ട് പാർലമെന്ററി കൺസെൻറ്റ്? പാർലമെന്റിന്റെ കൺസെൻറ്റ് ഇല്ലാതെ മൊണാർക്കിന് ഒരു ലോയും പിന്തിരിപ്പിക്കാൻ, അതായത് സസ്പെൻഡ് ചെയ്യാൻ, വേണ്ട എന്ന് വെക്കാൻ അധികാരമില്ല. അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഏത് ഡോക്യുമെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആക്ട്, ബി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, സി പെറ്റീഷൻ ഓഫ് റൈറ്റ്, ഡി മാഗ്ന കാർട്ട. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇവിടെ മൊണാർക്കിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാർലമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ തോന്നിയതുപോലെ ആക്റ്റുകൾ ഉണ്ടാക്കാനോ ആക്റ്റുകൾ ഉള്ളതിനെ കളയാനോ എന്തില്ല, ഒരു നിർവാഹവും ഇല്ല, റൈറ്റും ഇല്ല. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോറിൻ പവർ സപ്പോർട്ടഡ് ജെയിംസ് സെക്കൻഡ് ഡ്യൂറിങ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ? ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ സമയത്ത് ജെയിംസ് സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്തത് ഇതിലാരാണ്? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി ഓസ്ട്രിയ. നിസ്സംശയം നമുക്ക് ആൻസർ പറയാം, ഫ്രാൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ ഫ്രാൻസിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ എക്സൈൽ ചെയ്യുകയാണ് ചെയ്തത്, തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. തുരത്തി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ ഭരിക്കണ്ട, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾക്ക് ഫ്രാൻസിനെ അടുത്താണ് സ്നേഹം, നിങ്ങൾ ഫ്രാൻസിൻ്റെ അടുത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടത് ഫ്രാൻസിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ആരാണ്? ഫ്രാൻസ് ആണ്. ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഹാഡ് എ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് ലേറ്റർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഇൻ അനദർ കൺട്രി? ഗ്ലോറിയസ് റെവല്യൂഷൻ, അതായത് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നതിന് ഒരു വലിയ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു വേറെ ഏതോ രാജ്യത്ത്, മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു പ്രധാന ഡോക്യുമെൻറ്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതേതാണെന്നാണ് ചോദ്യം. ഏകദേശം ചോദ്യം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് കാണുന്നു. കാര്യം നമുക്കറിയാം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് നോർമൽ ഗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓപ്ഷൻ എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഓപ്ഷൻ ബി നെപ്പോളിയോണിക് കോഡ്, സി ജർമ്മൻ ബേസിക് ലോ, ഡി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആൻസർ വളരെ സിമ്പിളാണ് അല്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രോമിസ് മെയ്ഡ് ബൈ വില്യം ഓഫ് ഓറഞ്ച് ഹെൽപ്ഡ് ഹിം ഗെയിൻ സപ്പോർട്ട് എമംഗ് ഇംഗ്ലീഷ് നോബിൾസ് ബിഫോർ ദ റെവല്യൂഷൻ? അതായത് വില്യം ഓഫ് ഓറഞ്ചിനെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം കൊടുത്ത കുറച്ച് പ്രോമിസുകളാണ്. ആ പ്രോമിസുകൾ കൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ നിലനിർത്തിയത്. എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആബ്സല്യൂട്ട് മൊണാർക്കി, ഓപ്ഷൻ ബി ഫ്രീ ട്രേഡ് ട്രീറ്റീസ്,
സി പ്രിസർവേഷൻ ഓഫ് പ്രൊട്ടസ്റ്റനിസം ആൻഡ് പാർലമെൻ്ററി പ്രിവിലേജസ്, അബോളിഷൻ ഓഫ് ദ മൊണാർക്കി. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രിസർവേഷൻ ഓഫ് പ്രൊട്ടസ്റ്റനിസം ആൻഡ് പാർലമെൻ്ററി പ്രിവിലേജസ്. അതായത് ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് എല്ലാ അധികാരങ്ങളും കൊടുക്കാതെ അവർക്കും അധികാരം വേണം, അവർക്ക് അധികാരം വേണ്ട എന്നല്ല, എല്ലാ വിഭാഗ ആളുകൾക്കും അവിടെ ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാമായിരുന്നു പ്രധാനമായിട്ടും ഈ റെവല്യൂഷൻ ഉണ്ടായ ആളുകളുടെ ആവശ്യം, പ്രൊട്ടസ്റ്റൻസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. അല്ലാതെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകൾക്ക് ദോഷം സംഭവിക്കണം എന്നുള്ള രീതിയിലല്ല ഇവർ ഈ ഒരു റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ന്യായമായ ആവശ്യങ്ങൾ അത് നേരിടുക, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോൾ വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനെ എന്തുകൊണ്ട് അവിടെ തുടരാൻ സംഭവിച്ചു, അത് എന്തുകൊണ്ട്, അണ്ടർ വാട്ട് കേസസ് അല്ലെങ്കിൽ അണ്ടർ വാട്ട് റീസൺസ് ആണ് ഈ വില്യം ഓഫ് ഓറഞ്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതായത് വില്യം ജെയിംസിൻ്റെ മകൾക്കും മരുമകനും എന്തുകൊണ്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ തുടരാൻ, അതായത് മൊണാർക്കി ആക്കി അവരെ മൊണാർക്ക് ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ തുടരാനായിട്ട് സമ്മതിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ത്? പ്രൊട്ടസ്റ്റനിസം പ്രിസർവ് ചെയ്യുക, അതോടൊപ്പം തന്നെ പാർലമെൻ്ററി പ്രിവിലേജസ്, പാർലമെൻറ്റിന് അധികാരം കൊടുക്കുക. അതായത് ഈ മൊണാർക്കാണെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടാതിരിക്കുക, അതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണ ആളുകളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വില്യം ഓഫ് ഓറഞ്ച് വേണ്ടാന്ന് വെച്ചു. അതോടൊപ്പം തന്നെ എന്താണ് ചെയ്തത്? ഈ പറയുന്ന മൊണാർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ രാജ്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിവിലേജസ് കുറേ ഉണ്ട്. അതായത് ഇപ്പം നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവിൻ്റേതായിട്ടുള്ള കുറേ പ്രിവിലേജസ് ഉണ്ടല്ലേ, അത് അദ്ദേഹം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുമുണ്ട്. അപ്പം അദ്ദേഹം ഒരിക്കലും കയറി പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ പാർലമെൻറ്റ് രാജാവിൻ്റെ കാര്യത്തിലും കയറി ഇടപെടേണ്ട കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ ഒരു റീസൺ അതുകൊണ്ടാണ് ഈ മകളെയും മരുമകനെയും അവിടെ നിലനിർത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. ദ ജോയിൻറ്റ് റൂൾ ഓഫ് വില്യം III ആൻഡ് മേരി II വാസ് യൂണീക്ക് ബിക്കോസ്, നോക്കിക്കേ, A, it was the first time England had no monarch. B, it established dual sovereignty under parliamentary terms. It abolished hereditary monarchy. It marked the beginning of absolute monarchy. ഏതായാലും അവസാനത്തെ ഓപ്ഷൻ അല്ല അല്ലേ, അബ്സല്യൂട്ട് മൊണാർക്കി എന്തായാലും അല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനും അല്ല. ഫസ്റ്റ് ടൈം അല്ല ഇംഗ്ലണ്ടിന് ഒരു മൊണാർക്ക് ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ആക്ച്വലി മൊണാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഡുവൽ സോവറിനിറ്റി അണ്ടർ പാർലമെൻ്ററി ടേംസ്. ഡുവൽ സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൊണാർക്കുകളും ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റേതായിട്ടുള്ള അധികാരവും ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The political event of Glorious Revolution mainly ensured that the English monarchy would be governed by, ഒന്നും കൂടെ നോക്കുക. The political event of the Glorious Revolution mainly ensured that the English monarchy would be governed by A, papal decree, B, hereditary divine right, C, parliamentary laws, D, military power. അതായത് ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയം, ഈ ഒരു റെവല്യൂഷൻ കൊണ്ട് എന്താണ് ഇംഗ്ലീഷ് മൊണാർക്കിയിൽ സംഭവിച്ചത്, എന്തായിരുന്നു അവസാനം ഗവേണൻസിൻ്റെ കാര്യം എന്തായി അവസാനം ഈ നീതി വ്യവസ്ഥയുടെ കാര്യം എന്തായി എന്നാണ് ചോദ്യം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പൽ ഡിക്രി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പോപ്പ് റിലേറ്റഡ്, അതായത് നമ്മുടെ മാർപ്പാപ്പ റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹമായിരിക്കുമോ ഭരണം എന്നുള്ളത്. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ഡിവൈൻ റൈറ്റ്, അതായത് ഹെറിഡിറ്ററി ഡിവൈൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശികൾ, അതായത് ഈ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി അറിയാലോ, ജന്മാവകാശികൾ. അങ്ങനെ ഇപ്പോൾ ഫാമിലി വൈസ് ഈ ഓരോ ഇപ്പം അച്ഛൻ കഴിഞ്ഞിട്ട് മകൻ കഴിഞ്ഞിട്ട് അടുത്തത് മകനോ മകളോ ആണെങ്കിൽ അങ്ങനെ ആ ഒരു ഹെറിഡിറ്ററി പ്രാക്ടീസ് ആയിരിക്കുമോ, അല്ല പാർലമെൻ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ മിലിറ്ററി ആയിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ എൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ്, പാർലമെൻ്ററി ലോസ്. ഇനി അടുത്തത്, ഹൂ കോയിൻഡ് ദ ടേം ഗ്ലോറിയസ് റെവല്യൂഷൻ? ഈ ഒരു റെവല്യൂഷനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, ജോൺ ഹാംപ്ടൺ, ബി, ജെയിംസ് ഫസ്റ്റ്, സി, ജോൺ ഷെൽഡൺ, ഡി, ജോൺ സെക്കൻഡ്. ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ജോൺ ഹാംപ്ടൺ. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കിങ്സ് റൂൾഡ് ഇൻ ബ്രിട്ടൻ ഡ്യൂറിങ് ദ 17th century വെർ നോൺ ആസ്. ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടല്ലേ, വേറൊന്നുമല്ല, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് പതിവാണ്. അപ്പോൾ ഇവിടെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, സ്റ്റുവേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുമുണ്ട്. ഇതിൽ കറക്റ്റ് നമ്മൾ സ്പെല്ലിങ് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റുവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് വെയിട്രസ്, അതിനെ നമ്മൾ സ്റ്റുവേർഡ്രസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുക, STUART, സ്റ്റുവാർട്ട്. ഓക്കെ. ഹൂ സെഡ് ദ വേർഡ്സ് നോ ബിഷപ്പ് നോ കിങ്? ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല, ബിഷപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ രാജാവും ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, ഞാൻ പറഞ്ഞ 4 രാജാക്കന്മാരുടെ പേരുമുണ്ട്, പക്ഷേ ഈ രാജാക്കന്മാരുടെ ഓർഡർ തെറ്റിച്ചാണെന്ന് മാത്രം. എ ചാൾസ് ഫസ്റ്റ്, ബി ജെയിംസ് ഫസ്റ്റ്, സി ജെയിംസ് സെക്കൻഡ്, ഡി ചാൾസ് സെക്കൻഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തുടങ്ങിയതും അവസാനിച്ചതും ജെയിംസിലാണ്. അപ്പോൾ ഈ നോ ബിഷപ്പ് നോ കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രശ്നം പതുക്കെ വന്നപ്പോഴേ, അതായത് നിങ്ങൾ ഈ കംപ്ലീറ്റ് കത്തോലിക്കിസത്തിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളുകൾ പതിയെ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക വിഷമവും അവരുടെ കൺസേൺസും കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ രാജാവിൻ്റെ ചെവിയിൽ അതെത്തി. അതുപോലെ തന്നെ എന്താണ് രാജാവിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ പ്രൊട്ടസ്റ്റൻസിൻ്റെ റൈറ്റിന് നിങ്ങൾ എതിരെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കണം ഈ ഒരു ഡയലോഗ് പറഞ്ഞത്? ബിഷപ്പില്ലെങ്കിൽ രാജാവും ഇല്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ജെയിംസ് ഫസ്റ്റ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണല്ലോ ഇത് തുടങ്ങിയത്. എന്നുവെച്ചാൽ അദ്ദേഹമായിരുന്നു ഈ ഒരു റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രാജാവായിട്ടിരുന്ന വ്യക്തി, ജെയിംസ് ഫസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടാണ് ഇത് പറഞ്ഞത് ജെയിംസ് ഫസ്റ്റ് ആണ്. ഇനി അടുത്തത്, വെൻ ഡിഡ് ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് സൈൻ? എപ്പോഴാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൈറ്റുകൾ എഴുതി രൂപകൽപ്പന ചെയ്ത് അത് സൈൻ ചെയ്യാൻ നിർബന്ധിതനായി ഒരു രാജാവ്. ആ രാജാവ് ആരാണെന്ന് നമുക്ക് MCQയിൽ നോക്കാം, വരുന്ന MCQയിൽ, അതായത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരാണിത്, എന്നാണിത് സൈൻ ചെയ്തത്? ആദ്യം അത് പഠിക്കുക. എന്നാണ് സൈൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 1638, 1644, 1628, 1666. ഉത്തരം വളരെ സിമ്പിളാണ്, 1628. 1628ലാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്. ഒരിക്കലും മറന്നു പോരുത്. പെറ്റീഷൻ ഓഫ് റൈറ്റ് സൈൻ ചെയ്ത വർഷം 1628. ഇനി ഹൂ റോട്ട് ദ ബുക്ക് ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ്? ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് ഇതൊരു ഗ്രന്ഥമാണ്. ഇതൊരു വളരെ ഡിവൈനായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് അത് ആരാണ് എഴുതിയതെന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ജെയിംസ് ഫസ്റ്റ്, ഓപ്ഷൻ ബി ചാൾസ് സെക്കൻഡ്, ഓപ്ഷൻ സി ഹെൻറി സെക്കൻഡ്, ഓപ്ഷൻ ഡി ലൂയി ഫോർത്ത്. നമുക്കിതിൽ സ്വാഭാവികമായിട്ട് ലൂയി ഫോർത്ത് ആണെന്ന് നമുക്ക് തോന്നും, കാര്യം അദ്ദേഹം അത്യാവശ്യം എഴുത്ത് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ലൂയി ഫോർത്ത് ആയിരിക്കും നമ്മൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഇത് എഴുതിയത്, ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് എഴുതിയത് ജെയിംസ് ഫസ്റ്റ് ആണ്. കണ്ടില്ലേ, ജെയിംസ് ഫസ്റ്റ് ഒരുപാട് ആൻസേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാം, ജെയിംസ് ഫസ്റ്റ് എഴുതിയത് എന്താണത്? ജെയിംസ് ഫസ്റ്റ് ഈ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസിൽ പറയുന്നത്, മൊണാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവം ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഗൈഡൻസ് ഉള്ളത് കൊണ്ടാണ് മൊണാർക്കിയിൽ പോകുന്നത്. അപ്പോൾ ഈ ലോസ്, ഈ ട്രൂ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ദൈവം പറയുന്നതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ് എന്നാണ് ഈ പറയുന്ന ജെയിംസ് ഫസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സോളമൻ, ഇംഗ്ലണ്ടിലെ സോളമൻ എന്നൊക്കെ വിളിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ഡിവൈൻ പവറിൽ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ഡിവോട്ടി ആയിരുന്നു. ഭയങ്കര ഈശ്വരവിശ്വാസം, ഈ ഓവർ ഈശ്വരവിശ്വാസം ഉണ്ടല്ലോ, അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 25 നോക്കാം. വാട്ട് ഈസ് ദ പെറ്റീഷൻ ഗിവൻ ബൈ ദ പ്യൂരിറ്റൻസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെറ്റീഷൻ അവർ കൊടുത്തു. ഓക്കെ, അത് കൊടുത്തതാരാണ്? പ്യൂരിറ്റൻസ് ആണ്. പ്യൂരിറ്റൻസ് എന്ന് പറയുമ്പോൾ പ്യുവർ എന്നുള്ളൊരു പ്യൂരിഫിക്കേഷൻ, പ്യുവർ എന്നുള്ളൊരു വാക്കോ ആലോചിക്കുക.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാത്തോലിക്കറ്റ്സ് അവർ പറയുന്നത് ആംഗ്ലിസിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗ്ലൈറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അവരെ എതിർത്ത് കൊണ്ട് വന്നവരാണ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റൻസ് അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇവർ വീണ്ടും പ്യൂരിഫൈ ചെയ്തു, അതായത് പഴയ ആ ഒരു അതായത് പണ്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു നേർക്കാഴ്ചയും സംഭവങ്ങളും കൊണ്ടുവന്നു. അതാണ് ഈ പറയുന്ന പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്യൂരിറ്റൻസ് ആണ് പെറ്റീഷൻ കൊടുത്തത്. ആ പെറ്റീഷൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബിൽസ് ഓഫ് റൈറ്റ്സ്, ഓപ്ഷൻ ബി പ്യൂരിറ്റൻസ് ട്രീറ്റി, ഓപ്ഷൻ സി മില്ലിനറി പെറ്റീഷൻ, ഓപ്ഷൻ ഡി പാർലമെൻ്ററി ബിൽ. ഒന്നെങ്കിൽ നമ്മളിതിൽ എ ഓപ്ഷൻ പറയും, ബിൽസ് ഓഫ് റൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പ്യൂരിറ്റൻസ് ട്രീറ്റി എന്ന് പറയും. പക്ഷേ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് മില്ലിനറി പെറ്റീഷനാണ്. മില്ലിനറി പെറ്റീഷനാണ്. ബിൽസ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1628 വന്ന് നമ്മൾ സൈൻ ചെയ്തതാണ്. പക്ഷെ അത് ഈ പ്യൂരിറ്റൻസ് നേരിട്ട് കൊടുത്ത നിവേദനം അല്ലെങ്കിൽ ബില്ല് അല്ല. ഓക്കെ, അത് എന്താണെന്നുള്ളത് നമുക്ക് ആ MCQ അവസാനത്തോടെ അടുക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് എത്തും. ഇനി അടുത്തത് ടോണേജ് ആൻഡ് പൗണ്ടേജ് വേർ ടാക്സസ് ലിവൈഡ് ഓൺ വാട്ട്? ടോണേജും പൗണ്ടേജും, ചിലർ ടണ്ണേജ് എന്നൊക്കെ പറയാറുണ്ട്, ടൺ ഏജ് എന്നും പൗണ്ടേജ് എന്നും പറയാറുണ്ട്. പക്ഷേ ടോണേജ് ആൻഡ് പൗണ്ടേജ് എന്നാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഒരു ടാക്സ് ആണ്, രണ്ടും ടാക്സ് ആണ് അല്ലേ. പൗണ്ട് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ കാശുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ എന്തിലാണ് ഈ രണ്ട് ടാക്സുകളും ഏർപ്പെടുത്തിയിരുന്നത്? ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ്, ഓപ്ഷൻ ബി പ്രോപ്പർട്ടി ഓൺ ലാൻഡ്, ഓപ്ഷൻ സി വേജസ് ഓഫ് വർക്കേഴ്സ്, ഓപ്ഷൻ ഡി ഡൊമസ്റ്റിക് ട്രേഡ്. ഇവിടെ രണ്ട് കൺഫ്യൂഷൻ വരും. ഒന്നെങ്കിൽ നമ്മൾ പറയും പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ആണ്, പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേജസ് ഓഫ് വർക്കേഴ്സ് ആണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ ശരിക്കുള്ള ആൻസർ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും ആണ്. ഓക്കെ, ഒരു സാധനം ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും ഒക്കെ നമ്മൾക്ക് ചില ടാക്സുകളുണ്ട്. ആ ടാക്സുകളൊക്കെ ഏർപ്പാടാക്കിയത് ആരാണെന്നും നമ്മൾ വഴിയെ നോക്കും. ഓക്കെ, ചാൾസ് ഫസ്റ്റ് ഡിസിഷൻ ടു കളക്ട് ടണേജ് ആൻഡ് പൗണ്ടേജ്. നോക്കിക്കേ, അപ്പോൾ ടണേജും പൗണ്ടേജും ചാൾസ് ഫസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഈ ടാക്സ് കൊണ്ടുവന്ന ആരാണ്? ചാൾസ് ഫസ്റ്റ് ആണ്. ഫോർ ലൈഫ്, പൗണ്ടേജ് ഫോർ ലൈഫ് വിത്തൗട്ട് പാർലമെൻറ്റ്സ് അപ്രൂവൽ ഡയറക്ട്ലി വയലേറ്റ് വിച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്? അതായത് ലീഗൽ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പാർലമെൻറ്റിനെ മാനിച്ചുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതായത് പാർലമെൻറ്റിനെ മാനിക്കണം. അതായത് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും വോട്ടെടുപ്പ് ഒക്കെ വെച്ചിട്ട് പാർലമെൻറ്റ് തീരുമാനിക്കുന്നത് അനുസരിക്കാൻ മൊണാർക്കുകൾ ബാധകമാണ്. ഇതായിരുന്നു ഒരു റൈറ്റിൽ പറഞ്ഞിരുന്നത്. ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരുന്നത്. ആ ഡോക്യുമെൻറ്റിൻ്റെ വയലേഷനായിട്ടാണ് ഈ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്തത്? ടണേജും പൗണ്ടേജും എല്ലാം അയാൾക്ക് തോന്നിയ പോലെ അയാൾ ആളുകളിലേക്ക് എത്തിച്ചത്. അപ്പം അത് ഏത് ഒരു ലീഗൽ ഡോക്യുമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടാണ് പോയതെന്നുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് മാഗ്ന കാർട്ട, ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്, ദ ആക്ട് ഓഫ് യൂണിയൻ, ദ ബിൽ ഓഫ് റൈറ്റ്സ്. ആൻസർ എന്ന് പറയുന്നത് ദ പെറ്റീഷൻ ഓഫ് റൈറ്റ് ആണ്. ഓക്കെ, ദ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ലീഗൽ ഡോക്യുമെൻറ്റിനെതിരെയാണ് ഈ പറയുന്ന ടണ്ണേജും പൗണ്ടേജും ഒക്കെ ഇങ്ങനെ സ്ഥാപിച്ചത്. ചാൾസ് ഫസ്റ്റ് ആണ് അത് കൊണ്ടുവന്നത്, ഒരിക്കലും മറക്കരുത്. ഇനി ദ ഷിപ്പ് മണി ടാക്സ്, വേറൊരു ടാക്സ്. രണ്ട് ടാക്സ് നമ്മളിപ്പോൾ കണ്ടു, ഇനി പുതിയൊരു ടാക്സ് ആണ് ദ ഷിപ്പ് മണി ടാക്സ്. ഷിപ്പ് മണി ടാക്സ് വാസ് ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാൾസ് ഫസ്റ്റ് ഇൻ 1634 ടു ഫണ്ട് വാട്ട്? അപ്പോൾ ഷിപ്പ് മണി ടാക്സ് ആര് കൊണ്ടുവന്നു? ചാൾസ് കൊണ്ടുവന്നു. എന്ന് കൊണ്ടുവന്നു? 1634 കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷിപ്പ് മണി ടാക്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഓപ്ഷൻ എ മിലിറ്ററി എക്സ്പെഡിഷൻസ് അഗെൻസ്റ്റ് ഫ്രാൻസ്, അതുപോലെ തന്നെ ബി സപ്ലൈയിങ് ഫണ്ട്സ് ഫോർ ദ നേവി ഡ്യൂറിങ് പീസ് ടൈം, ഓപ്ഷൻ സി ബിൽഡിംഗ് ചർച്ചസ് ആൻഡ് സ്കൂൾസ്, ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷൻ ഓഫ് ദി കാസൽസ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോഴത്തേനും രണ്ട് ഉത്തരം നമുക്ക് ചിന്തിക്കാം അല്ലേ. ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സംതിങ് റിലേറ്റഡ് ടു സീ, നേവൽ ഫോഴ്സ് ഒക്കെയാണ്. നമുക്ക് ഏകദേശം ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഈ ഷിപ്പ് മണി ടാക്സിനെതിരെ ഇത്രയും ആളുകൾ പ്രക്ഷോഭം കൊണ്ടതെന്ന് പറഞ്ഞാൽ പീസ് ടൈമിലാണെങ്കിൽ പോലും, അതായത് ഒരു കാരണവും ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരു എമർജൻസി, നാഷണൽ എമർജൻസി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാർഫെയറിന് ഒരുപാട് ചിലവുകൾ നമ്മൾ വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഒരു
ഒരു സ്റ്റേറ്റ് വരും, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ രാജാവിൻ്റെ തീരുമാനപ്രകാരം ഒരു ആയുധങ്ങളും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് നേവൽ പവറൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നെസസിറ്റി അവിടെ ഉണ്ടായിരിക്കും. അതേസമയം ഒരു നെസസിറ്റി ഇല്ലാതെ വെറുതെ വാർഫെയറുകൾ മാത്രം വാരി കൂട്ടിക്കഴിഞ്ഞാൽ, ടാക്സ് ഇമ്പോസ് ചെയ്ത് വാരി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്, അത് ആളുകൾക്ക്, അതായത് സാധാരണ ജനങ്ങൾക്ക് അത് വളരെയധികം ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ഷിപ്പ് മണി ടാക്സ് എന്ന് പറയുന്നത് ഫണ്ട് ഫോർ നേവിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് പീസ് ടൈമിലാണെങ്കിൽ പോലും, അതായത് സമാധാനപരമായിട്ട് നടന്നിരുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ഫണ്ട് നേവിക്ക് വേണ്ടി സ്വരുക്കൂട്ടുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെതിരായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പ് മണി ടാക്സ് കൊണ്ടുവന്ന ചാൾസ് ഫസ്റ്റാണ് 1634 കൊണ്ടുവന്നത്. നേവിക്ക് വേണ്ടിയിട്ടാണ്, സപ്ലൈയിങ് ഫണ്ട് ഫോർ നേവി. ഇനി വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദി 5 Knights കേസ് 1627 ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റിൻ്റെ ഒരു സമയത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ സമയത്ത് 5 Knight കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു 1627. അതൊരിക്കലും മറക്കരുത്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചോദിക്കാവുന്നൊരു ചോദ്യവും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴപ്പിക്കാനായിട്ട് ചോദിക്കാമല്ലോ, 1-2 ചോദ്യങ്ങൾ ഹോട്ട്സിലൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഈ 5 Knight കേസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു എന്ന് നോക്കാം. ദ നൈറ്റ്സ് നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാൾപ്പട ഗ്രൂപ്പ്, ആ ഒരു ട്രൂപ്പിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് നൈറ്റ്സ് വെയർ ഫൈൻഡ് ഫോർ റെഫ്യൂസിങ് ടു പേ ഷിപ്പ് money. B, the knights were imprisoned for not paying forced loans. C, the knights were granted compensation for their service. D, the knights were pardoned by the king. എന്തിനായിരുന്നു ആ 5 Knight കേസ് വന്നത് തന്നെ? ദ നൈറ്റ്സ് വെയർ ഇംപ്രിസൺഡ് ഫോർ നോട്ട് പേയിങ് ഫോഴ്സ്ഡ് ലോൺസ്, അതായത് നിർബന്ധിത ലോണുകൾ പേ ചെയ്യാനായിട്ട് ഈ നൈറ്റിനെ എന്ത് ചെയ്തു? നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ട്രൂപ്പുകളെ പറയുന്ന പേരാണ്. അവരെ ഫോഴ്സ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ ഇവർ ശബ്ദിച്ചപ്പോൾ ഇവരെ പിടിച്ച് എന്ത് ചെയ്തു? ജയിലിലിട്ടു. ചാൾസ് ഒന്നാമനാണ് അത് ചെയ്തത്. ഡേറ്റ് മറക്കു പോരുത്, 1627. ഇനി 30ാമത്തെ ചോദ്യം. ദ ഇംഗ്ലീഷ് സിവിൽ വാർ 1642 to 1651. ഓക്കെ, ദ ഇംഗ്ലീഷ് സിവിൽ വാർ ആണ് വാസ് fought between 2 primary factions. അതായത് ഇംഗ്ലീഷ് സിവിൽ വാർസ് വന്ന സമയത്ത് ഈ മിലിറ്ററി അല്ലെങ്കിൽ ആർമി ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു. കാര്യം ആർമിയുടെ ഫലം അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ സമയത്ത് ഈ പ്രൊട്ടസ്റ്റൻസിൻ്റെ കൂടെ ഒരു ആർമിയും അല്ലെങ്കിൽ പാർലമെൻറ്റ്, കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് പാർലമെൻറ്റ് എന്ന് പറയാം, പാർലമെൻറ്റിൻ്റെ കൂടെ ഒരു ആർമിയും ഈ രാജാവും മൊണാർക്കിയുടെ കൂടെ വേറൊരു ആർമിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആർമികൾ ചേർന്നാണ് ഈ ഇംഗ്ലീഷ് സിവിൽ വാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിയത്. ഈ വാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് നോക്കാം. ഓപ്ഷൻ എ, റൗണ്ട് ഹെഡ്സ് ആൻഡ് കാവലിയേഴ്സ്. ഓപ്ഷൻ ബി, വിഗ്സ് ആൻഡ് ടോറീസ്. ഓപ്ഷൻ സി, റോയലിസ്റ്റ് ആൻഡ് പാർലമെന്റേറിയൻസ്. ഓപ്ഷൻ ഡി, പ്രൊട്ടസ്റ്റൻസ് ആൻഡ് കത്തോലിക്സ്. ഇവിടെ നമുക്ക് സിയും ഡിയും നമുക്കൊരു ഡൗട്ട് വരും അല്ലേ? ഇത് രണ്ടും ഏകദേശം ഒന്നാണ്. റോയൽ ഫാമിലിയും അതുപോലെ തന്നെ പാർലമെന്റും തമ്മിലുള്ള യുദ്ധം, അതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റൻസും കത്തോലിക്സും തമ്മിലുള്ള ഒരു യുദ്ധം. ഇത് രണ്ടും ഇതിന് ആൻസർ ആയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് തോന്നാം. പക്ഷേ ഇത് രണ്ടും അല്ല ഉത്തരം വന്നിട്ട് റൗണ്ട് ഹെഡ്സ് ആൻഡ് കാവലറീസ് ആണ്. ഇതിൽ റൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് റൗണ്ട് ഹെഡ് എന്ന് പറയുന്ന ഒരു ടേമിന് തന്നെ ഒരു മീനിങ് ഉണ്ട്. റൗണ്ട് ഹെഡ് എന്ന് പറയുന്ന പാർലമെൻറ്റിൻ്റെ ഭാഗവും പാർലമെൻറ്റിൻ്റെ ആർമിയും അല്ലെങ്കിൽ ഫാക്ഷൻ, പ്രൈമറി ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടസ്റ്റൻസ് ആണ്, പ്രൊട്ടസ്റ്റൻ്റ്. ഓക്കെ, അതായത് ഈ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് വില്ലിംഗ് ആയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പറയുന്ന ട്രൂപ്പുകളെന്നും അതുപോലെ തന്നെ ആർമി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ റൗണ്ട് ഹെഡ് എന്ന് പറയുന്ന പാർലമെൻറ്റിൻ്റെ കൂടെയും കാവലിയർ എന്ന് പറയുന്നത് രാജാവിൻ്റെ കൂടെ അല്ലെങ്കിൽ മൊണാർക്കിയുടെ കൂടെയും ആയിരുന്നു. ഇവർ തമ്മിലാണ് ഇംഗ്ലീഷ് സിവിൽ വാർ പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം. ദ ലോങ് പാർലമെൻറ്റ് വാസ് കോൾഡ് ബൈ വിച്ച് ഇംഗ്ലീഷ് മൊണാർക്ക്? ലോങ് പാർലമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ലോങ് പാർലമെൻറ്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് പാർലമെൻറ്റും ഉണ്ടാവും. ഷോർട്ട് പാർലമെൻറ്റ് ഒരു 2-3 ആഴ്ച എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷോർട്ട് പാർലമെൻറ്റും അതുപോലെ തന്നെ ലോങ് പാർലമെൻറ്റും ഇത് രണ്ടും ചെയ്തത് ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയാണ് ചാൾസ് ഫസ്റ്റ്. ആദ്യം ഈ പറയുന്ന ഷോർട്ട് പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പാർലമെൻറ്റിൻ്റെ റൈറ്റും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം പാർലമെൻറ്റിന് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു മനമാറ്റം സംഭവിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു?
അവസാനം പാർലമെൻറ്റിന് അത് പിരിച്ചുവിടുകയും വീണ്ടും പാർലമെൻറ്റിന് അധികാരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത് കൊടുത്തതാണ് ഈ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു 20 വർഷക്കാലം, അത് 1640 to 1660, കണ്ടോ 20 വർഷക്കാലം. 20 വർഷക്കാലം ഈ ലോങ് പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഇദ്ദേഹം ഇതെല്ലാം വേണ്ട, പാർലമെൻ്റ് ഒന്നും വേണ്ട, എല്ലാം രാജാവിന് മതി എന്ന് പറയുന്ന രീതിയിലാവുകയും പിന്നീട് ഇത് എന്ത് ചെയ്തു, പെട്ടെന്ന് മാറ്റി വേണ്ട എന്നാൽ പാർലമെൻറ്റിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ പാർലമെൻറ്റിന് കൊടുക്കുകയും എന്നാൽ മുഴുവനായിട്ട് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ കൊടുക്കാനും ഇദ്ദേഹം മനസ്സ് കാണിച്ചില്ല. അപ്പോൾ 20 വർഷം നിന്ന ലോങ് പാർലമെൻറ്റാണ് ഈ പറയുന്ന 1640 to 1660 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇംഗ്ലീഷ് മൊണാർക്കായിട്ടുള്ള നമ്മുടെ ചാൾസ് ഫസ്റ്റ് ആണ്. ഈ ഒരു രണ്ട് ഷോർട്ടും ലോങ്ങും ഈ ചാൾസ് ഫസ്റ്റിൻ്റെ ആണ്. ഓക്കെ, ഇനി വിച്ച് ഡോക്യുമെൻറ്റ് സൈൻഡ് ഇൻ 1628 demanded that the English monarch could not levy taxes without Parliament's consent and set limits on royal authority. അതായത് 1628 നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഞാൻ നേരത്തെയും പറഞ്ഞു 1628 എന്ന് പറയുന്ന വർഷത്തിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞിരുന്നു. ആ ഒരു വർഷം കൊണ്ടുവന്ന ഒരു ലീഗൽ ഡോക്യുമെൻറ്റിൽ എല്ലാവരും സൈൻ ചെയ്യുകയുണ്ടായി. ആ സൈൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ തോന്നിയതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് പിരിക്കാനോ അതുപോലെ തന്നെ റോയൽ അതോറിറ്റി അൺനെസസറി ആയിട്ടുള്ള സാധാരണക്കാരുടെ അവരുടെ റൈറ്റിന് മേൽ കയറി പണിയാനോ ഒരു അധികാരവും ഇല്ല എന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള ഒരു റൈറ്റാണ്. അപ്പം 1628 സൈൻ ചെയ്ത ആ ഒരു ഡോക്യുമെൻ്റ് ആണ് ദ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ദ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൂ വാസ് ദ ലീഡർ ഓഫ് ദ റൗണ്ട് ഹെഡ്സ് ഡ്യൂറിങ് ദ ഇംഗ്ലീഷ് സിവിൽ വാർ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട്, ഇനിയും വരും. ആരൊക്കെയാണെന്ന് നോക്കാം. എ ഒലിവർ ക്രോംവെൽ, ബി ചാൾസ് ഫസ്റ്റ്, സി ജെയിംസ് ഫസ്റ്റ്, ഡി റിച്ചാർഡ് ക്രോംവെൽ. ആൻസർ മറ്റൊന്നുമല്ല, ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെല്ലിൻ്റെ മകനാണ് റിച്ചാർഡ് ക്രോംവെൽ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ബാറ്റിൽ ഇൻ 1645 ഡിസൈസീവ്ലി എൻഡഡ് ദ റോയലിസ്റ്റ് കോസ് ഡ്യൂറിങ് ദ ഇംഗ്ലീഷ് സിവിൽ വാർ? അതായത് റോയലിസ്റ്റ് കോസ്, അതായത് റോയലിസ്റ്റുകാരുടെ, അതായത് ഈ ഫാമിലി ബ്രിട്ടൻ, ഈ എന്താ പറയുക നോബിൾ ഫാമിലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ നോബിൾ ഫാമിലിയെ തകർത്ത പറയാൻ പറ്റില്ല, അവരെ ഒരു ഡിസൈസീവ്ലി പറ്റിക്കുക അല്ലെങ്കിൽ ഒരു കളങ്കപ്പെടുകയും അല്ലെങ്കിൽ അവരെ കള്ളത്തരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിസൈസീവ്ലി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് തന്ത്രപരമായി ഇച്ചിരി പറ്റിക്കപ്പെടലൊക്കെ നടത്തി അവരെ കീഴ്പ്പെടുത്തി, ഇംഗ്ലീഷ് സിവിൽ വാറിൽ കീഴ്പ്പെടുത്തിയിരുന്നു. അത് ഏത് ബാറ്റിലാണെന്നാണ് ചോദ്യം. 4 ബാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് നാസ്ബൈ, ബാറ്റിൽ ഓഫ് എഡ്ജ് ഹിൽ, ബാറ്റിൽ ഓഫ് മാഡ്സൺ മൂർ, ബാറ്റിൽ ഓഫ് വോർസെസ്റ്റർ. ആൻസർ നാസ്ബൈ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബാറ്റിൽ നടന്ന ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1645 ആണ്. ഓക്കെ, അത് നമ്മുടെ ഇംഗ്ലീഷ് സിവിൽ വാറുമായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ഒരു ബാറ്റിൽ അവർ ക്യാരി ഔട്ട് ചെയ്തതും അങ്ങനെയാണ് ഇവിടെ ഈ നമ്മുടെ റോയലിസ്റ്റ് ഫാമിലിയെ എൻഡ് ചെയ്തതും. ഇനി അടുത്തൊരു ചോദ്യം. The trial and execution of King Charles I in 1649 was a result of which event? ട്രയൽ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാൾസ് ഫസ്റ്റ് രാജാവ് അയാളെ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ട്രയലിന് ശേഷം തൂക്കിലേറ്റുകയാണ് ചെയ്തത്. 1649 സംഭവിച്ചത്. എന്തിൻ്റെ ഫലമായിട്ടാണെന്ന് നോക്കുക. ദ ഡിഫീറ്റ് ഓഫ് ദ റോയലിസ്റ്റ് അറ്റ് ദ ബാറ്റിൽ ഓഫ് നാസ്ബൈ, ദ ഫോർമേഷൻ ഓഫ് ന്യൂ മോഡൽ ആർമി, ദ സൈനിങ് ഓഫ് പെറ്റീഷൻ ഓഫ് റൈറ്റ്, ദ ഓവർ ത്രോ ഓഫ് ദ മൊണാർക്കി ബൈ ദ പാർലമെൻറ്റ്. ഇതിലേത് ഇവൻറ്റ് കാരണമാണ് ചാൾസ് ഫസ്റ്റ് തൂക്കിലേറിയത് എന്ന ചോദ്യമാണ്. ആൻസർ എന്ന് പറയുന്നത് ദ ഓവർ ത്രോ ഓഫ് ദ മൊണാർക്കി ബൈ പാർലമെൻറ്റ്. അപ്പം മൊണാർക്കിയെ എന്താ പറയുക, നേരിട്ട് പാർലമെൻറ്റ് അധികാരത്തിൽ കയറുകയും അത് പാർലമെൻറ്റിൻ്റെ അധികാരം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് തൂങ്ങിക്കൊല്ലുകയും ചെയ്തത്. കാര്യം ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ, ഇദ്ദേഹം അൺനെസസറി ആയിട്ട് ടാക്സ് ഏർപ്പെടുത്തി, അതുപോലെ തന്നെ ടാക്സ് കൊടുക്കാത്തവരെ മനഃപൂർവ്വം പിടിച്ച് ജയിലിലിട്ടു, അങ്ങനെ കുറേ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ പാർലമെൻറ്റിന് അധികാരം വന്നപ്പോൾ ഇദ്ദേഹത്തിന് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ആ വർഷം മറക്കരുത്, 1649. ഈ ഒരു കാലഘട്ടത്തിൽ തൂക്കിലേറ്റപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ചാൾസ് ഫസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which important legislative act passed after the execution of Charles I declared England as a republic and abolished the monarchy in 1649? ചാൾസ് ഫസ്റ്റിനെ തൂക്കിലേറ്റിയതിന് ശേഷം ഏത് ആക്റ്റാണ് പാസ് ചെയ്തത്? ബ്രിട്ടീഷ് മൊണാർക്കി എന്ന് പറയുന്ന, അതായത്
പ്യുവർ അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്ന ആ ഒരു സെറ്റിൽമെൻറ്റിനെ, ആ ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക, ആ ഒരു സിസ്റ്റത്തിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇംഗ്ലണ്ട് റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ടായിരുന്നു. അത് എന്ത് ആക്ട് ആണെന്നാണ് ഓപ്ഷൻസ് നോക്കാം. ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നുള്ളത്. ബി, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗവൺമെൻറ്. സി, ദ ഹേബിയസ് കോർപ്പസ് ആക്ട്. ഡി, ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്. ആൻസർ ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗവൺമെൻറ്. ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആക്ട് ആണ് ചാൾസ് രാജാവിൻ്റെ എന്താ പറയുക, തൂക്കിലേറ്റിയതിന് ശേഷം ഉടനെ തന്നെ നടന്ന ആ ഒരു പെർട്ടിക്കുലർ ആക്ട്, ആ ഒരു ആക്ട് പാസ്സാക്കിയത് ഈ ഒരു സമയത്താണ്. ഇനി അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റീസ്റ്റോറേഷൻ ഓഫ് ദ മൊണാർക്കി ഇൻ 1660 ബ്രോട്ട് ബാക്ക് വിച്ച് ഇംഗ്ലീഷ് മൊണാർക്ക് ടു ദ ത്രോൺ. റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി, അതായത് മൊണാർക്കി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ആദ്യം പാർലമെൻറ്റ് മൊണാർക്കി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം ഈ മൊണാർക്കി ആയിട്ടുള്ളവരെ എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിച്ച് ശരിയാക്കി വന്നപ്പോഴാണ് വീണ്ടും മൊണാർക്കി റീസ്റ്റോർ ചെയ്തത്. അതാരുടെ നേതൃത്വത്തിലാണ്? അത് 60 ഓക്കെ, അതായത് ലോങ് പാർലമെൻ്റ് എല്ലാം കഴിഞ്ഞ് ഈ ചാൾസ് ഫസ്റ്റിനെ എന്ത് ചെയ്തു, തൂക്കിലേറ്റി എല്ലാം മൊണാർക്കി എന്ന് പറഞ്ഞൊരു സിസ്റ്റമേ അബോലിഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ വീണ്ടും മൊണാർക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റം വന്നു. അത് ഏത് സിസ്റ്റമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആര് കൊണ്ടുവന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ജെയിംസ് ഫസ്റ്റ്. ഓപ്ഷൻ ബി, ചാൾസ് ഫസ്റ്റ്. ഓപ്ഷൻ സി, ഒലിവർ ക്രോംവെൽ. ഓപ്ഷൻ ഡി, ചാൾസ് സെക്കൻഡ്. ഉത്തരം ചാൾസ് സെക്കൻഡ്. ചാൾസ് ഫസ്റ്റിൻ്റെ മകനാണ്. അതായത് മകന് പിന്നെ വീണ്ടും മൊണാർക്കി, അതായത് അതാണ് ഈ പറഞ്ഞത്, ഈ രാജവാഴ്ച, ഒരു അധികാരം കിട്ടുക എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മളെ മത്ത് പിടിപ്പിക്കുന്നതും ഭ്രമിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഒരു തവണ നമുക്ക് ആ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചാൾസ് അച്ഛനെ തൂക്കിലേറ്റി എല്ലാം കാര്യങ്ങൾ റെഡിയായി എന്ന് വിശ്വസിച്ചു. അപ്പോഴത്തേനും മോൻ വന്നപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഈ പറയുന്ന മൊണാർക്കി റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും പല പ്രശ്നങ്ങളിലേക്ക് കടക്കും. അപ്പം ഇത്രയെന്ന് പറയുമ്പോഴത്തെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞൊരു ഫീലുണ്ട് അല്ലേ. ഇനി അടുത്തത് സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്കൻഡ് ഹാഫ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. വാട്ട് വാസ് ദ പ്രൈഡ്സ് പർച്ച് ഡ്യൂറിങ് ദ ഇംഗ്ലീഷ് സിവിൽ വാർ? എന്താണ് പ്രൈഡ്സ് പർച്ച് എന്ന് പറയുന്നത്? പ്രൈഡ്സ് പർച്ച് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു മൂവ്മെൻ്റ് ആണ്. അത് എന്ത് മൂവ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ എക്സിക്യൂഷൻ ഓഫ് കിങ് ചാൾസ്. ദ റിമൂവൽ ഓഫ് റോയലിസ്റ്റ് സിമ്പത്തൈസേഴ്സ് ഫ്രം ദി പാർലമെൻറ്റ്. ദ ക്യാപ്ചർ ഓഫ് പ്രിൻസ് റൂപ്പർട്ട് ഓഫ് ദ റൈൻ. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോമൺവെൽത്ത് ബൈ ദി ക്രോംവെൽ. എന്താണെന്നുള്ളതാണ്. അതായത് ഒന്ന്, ചാൾസ് ഫസ്റ്റിൻ്റെ എക്സിക്യൂഷനെ ആണോ പ്രൈഡ്സ് പർജ് എന്ന് പറയുന്നത്? ദ റിമൂവൽ ഓഫ് റോയലിസ്റ്റ് സിമ്പതൈസേഴ്സ് ഫ്രം പാർലമെൻ്റ് ആണോ? ദ ക്യാപ്ചർ ഓഫ് പ്രിൻസ് റൂപ്പർട്ട് ഓഫ് ദ റൈൻ, അദ്ദേഹത്തിൻ്റെ ക്യാപ്ചറിങ് ആണോ? പിന്നെ അതുപോലെ തന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോമൺവെൽത്ത് ആണോ? എന്താണ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് റോയലിസ്റ്റ് സിമ്പതൈസേഴ്സ് ഫ്രം ദി പാർലമെൻറ്റ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഈ ലോങ് പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ചാൾസ് സെക്കൻഡ് വന്നു. ചാൾസ് സെക്കൻഡ് എന്താ പറയുക, പിന്നെയും മൊണാർക്കി എടുത്തു വെച്ചു. അപ്പോൾ പിന്നെയും മൊണാർക്കി എടുത്തു വെച്ചപ്പോഴത്തേനും മൊണാർക്കി റീസ്റ്റോർ ചെയ്തപ്പോൾ വീണ്ടും അവർ തമ്മിലൊരു വഴക്കായി. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് സംഭവിച്ചപ്പോഴത്തേനും ഈ പാർലമെൻറ്റിലെ കുറേ ആളുകൾക്ക്, അതായത് പ്യൂരിറ്റൻസ് തന്നെയാണ്, അവർക്ക് ചില ആളുകൾക്ക് ഈ പറയുന്ന മൊണാർക്കിയുടെ അടുത്തൊരു ചെറിയ സിമ്പതി എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും നാളും നമ്മുടെ രാജ്യം ഭരിച്ചതല്ലേ, അവർ രാജാവല്ലേ, അവർക്ക് കുറച്ച് കൺസിഡറേഷൻസ് ഒക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു സിമ്പതി. അപ്പം ഈ സിമ്പതി എന്ത് ചെയ്തു, റിമൂവ് ചെയ്യണം എന്ന് കർശനമായിട്ട് ഒരു വ്യക്തി ആഗ്രഹിച്ചു. ആ വ്യക്തിയെ പറ്റി നമ്മൾ പഠിക്കും, നമ്മൾ ഈ വരുന്ന MCQസിൽ അത് നോക്കും. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ സിമ്പതിയൊന്നും വേണ്ട, ഒന്നെങ്കിൽ ഈ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുന്ന പരിപാടി വേണ്ട, ഒന്നെങ്കിൽ നിങ്ങൾ മൊണാർക്കിയുടെ കൂടെ, ഇല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ കൂടെ. അങ്ങനെ ഈ പാർലമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു കുറച്ച് ശതമാനം ആളുകൾ ഭയങ്കര സിമ്പതിയായിരുന്നു, മൊണാർക്കി, റോയൽ ഫാമിലി, അവരൊക്കെ ആയിട്ട് കുറച്ച് സിമ്പതി ആയിട്ടുള്ളവരെ അപ്പാടെ തന്നെ എന്ത് ചെയ്തു, തൂത്ത് കളഞ്ഞു. അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൈഡ്സ് പർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈഡ്സ് പർജ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്.
ഇനി ബാക്കി ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതുപോലെ അല്ലേ, ഇനി അടുത്ത പ്രൈഡ് സ്പഡ്ജ് തൊട്ടാണ് ഇനി അടുത്തത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിനി അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്ര എന്തായാലും നിങ്ങളൊന്ന് നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. കാര്യം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട്സൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ അപ്ഡേഷൻസ് ഒക്കെ വരും. അപ്പോൾ പിന്നെ കുറേ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് പറയുക, ഷെയർ ചെയ്യുക. ഓക്കെ. Electronic holding place where data can be stored and retrieved later. ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇലക്ട്രോണിക് ഹോൾഡിംഗ് പ്ലേസ് എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ, ഞാൻ പറയുന്നില്ല എന്താ ഓപ്ഷൻ എന്നുള്ളത്, അതിലോട്ട് കയറാൻ ഭയങ്കര ടെൻഡൻസിയാണ്. പക്ഷെ എന്റെ ആൻസർ വേറെ ആയിരിക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. എനി ഇലക്ട്രോണിക് ഹോൾഡിംഗ് പ്ലേസ് വേർ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് ലേറ്റർ വെനെവർ റിക്വയർഡ് ഇസ് ഹോൾഡിംഗ് പ്ലേസ് എന്ന് വിചാരിക്കും. ഹോൾഡിംഗ് പ്ലേസ് ഡ്രൈവ് ആണോ? എന്തോ? ഡ്രൈവ് അല്ലല്ല, ഡ്രൈവ് അല്ല. അതൊക്കെ ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടിയായിരുന്നു, ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ. പക്ഷെ ഇത് പലർക്കും അത് ഡ്രൈവ് ആണോ, സർക്യൂട്ട് ഒരിക്കലും വരത്തില്ല. സർക്യൂട്ട് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് ഇതല്ല. പക്ഷെ ഇതിന്റെ ആൻസർ ശരിക്കും മെമ്മറി തന്നെ കേട്ടോ. ആക്ച്വലി ഇതൊരു ഹോൾഡിംഗ് പ്ലേസ് എന്ന രീതിയിലാണ് കേട്ടോ. നോക്കി, ഇലക്ട്രോണിക് ഹോൾഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് എനി ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് മെമ്മറി എന്ന് പറയുന്നത് ഇവര് എന്താ പറയാ, റാമും റോമും സെക്കൻഡറി മെമ്മറിയും ഇതെല്ലാം കൂടെ ചേർത്താണ് അവർ അവിയൽ രൂപത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. സോ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പക്ഷെ ആൻസർ എന്ന് പറയുന്നത് മെമ്മറി കേട്ടോ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മെമ്മറി ഇസ് ദ പ്ലേസ് വെയർ ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ലേറ്റർ റിട്രീവ്ഡ്. ഓക്കെ, അത് മാത്രമല്ല ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ മെമ്മറി ഇസ് ദ ആൻസർ. Which of the following is the fastest means of memory access for CPU? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഇതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ ക്ലാസ് കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഏതാണ് ഫാസ്റ്റസ്റ്റ് മീൻസ്? ക്യാഷ് അല്ലേ? ക്യാഷ് ആണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട്, അതാ പറഞ്ഞ മുമ്പ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതായത് റിപ്പീറ്റഡ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എടുക്കാൻ ചാൻസ് ഉള്ളത് എന്ന രീതിയിലാണ് ഓക്കെ ക്യാഷ് വരിക. ശരിക്കും പറഞ്ഞാൽ ആൻസർ ഫാസ്റ്റസ്റ്റ് മീൻസ് രജിസ്റ്റർ തന്നെയാണ്. പക്ഷെ ഈ രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറിയോ സെർച്ച് ചെയ്യാതെ സ്ഥിരമായിട്ട് ആദ്യമേ പോയി സെർച്ച് ചെയ്യുന്ന, ഇതിനകത്തുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. സോ രജിസ്റ്റർ നമ്മൾ എപ്പോഴും നോക്കുന്ന രജിസ്റ്റർ ആണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത്. ബട്ട് ക്യാഷ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, the memory implemented using the semiconductor chips. ഇത് ഞാൻ സിലബസിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി എന്താണ്? സെക്കൻഡറി മെമ്മറി. സെമി കണ്ടക്ടർ ചിപ്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് മെയിൻ മെമ്മറിയാണ്. ഓപ്ഷൻ ബി ആണ്. അതിന്റെ ഓപ്ഷൻസ് ഞാൻ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നമുക്ക് റാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് സെമി കണ്ടക്ടർ ചിപ്സ് ഉപയോഗിച്ചാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് SRAM ചിപ്സ് ഉണ്ട്, അതായത് സ്റ്റാറ്റിക് റാം ചിപ്സ് ഉപയോഗിച്ചാണ് ക്യാഷ് മെമ്മറി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
രജിസ്റ്റർ എന്ന് പറയുന്നത് പലയിടത്തും പല രീതിയിൽ കാണാൻ സാധിക്കും. ആക്ച്വലി ഞാൻ പണ്ട് പറഞ്ഞാല് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ഡിവൈസ് പോലെ തന്നെയാണ്. നമ്മൾ അതിനകത്ത് ഒരു സമയത്ത് ഒരു ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ. ഓക്കെ, മോസ്റ്റ് പ്രോബ്ലി ഒരു 0 അല്ലെങ്കിൽ 1 ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറ്റ് എ ടൈം ഒറ്റ ഡേറ്റ മാത്രമേ സേവ് ചെയ്ത് വെക്കാറുള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അഡാപ്റ്റ്. എന്തുകൊണ്ട് പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഞാൻ എഴുതുതരാം. ആ പേര് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം ഇല്ലേ, ക്ലോക്കിന്റെ പെൻഡുലം പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ആടിക്കൊണ്ട് വെച്ചാൽ ഈ ഡിവൈസ് ആടിക്കൊണ്ടിരിക്കുമെന്നല്ല, ഇതിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. 0, 1 എന്ന രീതിയിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, 2 സ്റ്റേറ്റിൽ ഇത് നിൽക്കത്തുള്ളൂ. ഏതാ 2 സ്റ്റേറ്റ്? 0ഉം 1ഉം. അതുകൊണ്ട് തന്നെ ഇതിന് ഇതൊക്കെ നിങ്ങളോട് ചോദിക്കത്തില്ലായിരിക്കും, പക്ഷെ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന വെറുതെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചോ, രസമല്ലേ? ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ ഐ മീൻ ഈസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ഉള്ള ആൾക്കാർക്ക് നല്ലപോലെ ഐഡിയാസ് ഉണ്ടാകും കേട്ടോ. അപ്പോ ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ പേരൊക്കെ വെറുതെ ഇപ്പൊ ഇൻകേസ് നിങ്ങൾക്ക് കുഴപ്പിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ ഇത് പേരൊക്കെ നോക്കി വെച്ചു കേട്ടോ. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, അപ്പോ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഇംപ്ലിമെന്റഡ് യൂസിങ് വെറൈറ്റി ഓഫ് ടെക്നോളജീസ്. അത് മാറിക്കൊണ്ടിരിക്കും. ഫ്ലാഷ് മെമ്മറി ടെക്നോളജി ആവാം, ഒപ്റ്റിക്കൽ ഡിസ്ക് ആവാം, മാഗ്നറ്റിക് ഡിസ്ക് ആവാം. ഓക്കെ, സോ the answer is main memory. Next question. Size of the dash memory mainly depends on the size of the address bus. അതിനു മുന്നേ ഇതിന്റെ ചോദ്യം ഒന്ന് ആരെങ്കിലും ഒന്ന് ചെയ്യുന്നോ, കറക്കി കുത്തുന്നോ ജസ്റ്റ്? Size of the കണക്ഷൻ പോയോ? സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി തന്നെ കേട്ടോ. ഇങ്ങനെ പറയുന്നുണ്ടോ? ഓ ഓക്കെ ഓക്കെ, ശരി 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 ശരി. ഞാനിത് സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി തന്നെയാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ താഴെ, ഇതൊന്നും ഞാൻ തന്നെ പിന്നെ ആഡ് ചെയ്തേക്കുന്ന കേട്ടോ. അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ എലമെന്റ് ഇൻ കമ്പ്യൂട്ടർ CPU ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർഡ് ഇൻഫർമേഷൻ. അഡ്രസ് ബസ്, ബസ് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവിടുന്ന, ഇങ്ങനെ പഠിച്ചു വെക്കുക, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവിടുന്ന സംഭവമാണ് ബസ്. ഓക്കെ, അഡ്രസ് എന്ന് പറയുന്ന വാക്ക് അതിലൂടെ വരികയാണെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് ഈ സംഭവം കിടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർഡ് ഇൻഫർമേഷനെ പറ്റിയുള്ള ഇതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റോർഡ് ഇൻഫർമേഷൻ പറയാണ്, ഇന്ന ഇത്രാമത്തെ ലൊക്കേഷൻ ഇന്ന സംഭവം കിടപ്പുണ്ട് പോലത്തെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അഡ്രസ് ബസ് ആണ്. ഓക്കെ, നേരെ മറിച്ച് ആക്ച്വൽ ഡേറ്റ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഞാൻ പറയാണ് അവിടെ നമുക്ക് ഒരു സാധനം, ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കണം, ആ പാക്കറ്റ് ആണ് ഇവിടുത്തെ ഡേറ്റ, ആ പാക്കറ്റിനെ കൊണ്ട് കൊടുക്കുന്ന ആളിനെയാണ് ഇതെന്ന്, അല്ലെങ്കിൽ ആളല്ല, അതിനെയാണ് നമ്മൾ ഡേറ്റ ബസ് എന്ന് വിളിക്കുന്നത്. അഡ്രസ് ബസ് അലോസ് ദ CPU ടു സെൻഡ് ദ അഡ്രസ് ടു ദ RAM ആൻഡ് ഡേറ്റ ബസ് അലോസ് ദ ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫർ ടു ദ CPU. ഓക്കെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മെമ്മറിയിൽ അഡ്രസ്സുകൾ അല്ലെങ്കിൽ ഓരോ ലൊക്കേഷൻ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ 1001 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സാധനം കൊണ്ട് സേവ് ചെയ്ത് വെക്കുക, 1001 വേറൊരു സംഭവം കൊണ്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ നമ്പറിംഗ് സിസ്റ്റം പോലെ വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോ ഈ അഡ്രസ് അല്ലെങ്കിൽ CPU ടു സെൻഡ് അഡ്രസ് ടു RAM ആണെങ്കിൽ അത് ചെയ്യുന്നത് അഡ്രസ് ബസ്സും, മറ്റേത് എന്താണ്, ഡേറ്റ ബസ്സും ആണ് ചെയ്യുന്നത്. ഓക്കെ, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ചോദിക്കാം, ദ ടേം ബസ് ഇറ്റ്സെൽഫ് റെഫേഴ്സ് ടു ദ കണക്ഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ് ദാറ്റ് അലൗസ് ദം ടു കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ ബസ് എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം നമുക്ക് മാർക്ക് ചെയ്തണം കേട്ടോ. കണക്ഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ് ദാറ്റ് അലൗസ് ദം ടു കമ്മ്യൂണിക്കേറ്റ്. ഓ 10 മിനിറ്റ് 6 ക്വസ്റ്റ്യൻ കൊണ്ട് വേഗം നമുക്ക് പറഞ്ഞു വേണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി അഡ്രസ് ബസ്? അഡ്രസ് ബസ്സുമായിട്ട് ബന്ധമുള്ളത് ഏതാന്നാ പറഞ്ഞേ?
ഇപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് എനിക്ക് കറക്റ്റ് ഒരു ഉത്തരം തരണേ. അഡ്രസ് ബസ്സുമായിട്ട് ബന്ധമുള്ള ആളാരെന്നാ പറഞ്ഞേ? മെയിൻ മെമ്മറിയാണ് അല്ലേ? ആണോ? അതെ. അതെ. ഓൺ ബോർഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ, അതായത് നമ്മുടെ മദർ ബോർഡില് കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എന്തെന്ന് പറയാ? ഓൺ ബോർഡ് മെമ്മറി എന്നാ പറയാ. ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നതൊക്കെ ഓൺ ബോർഡ് മെമ്മറി തന്നെയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ച് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഈ ഓൺ ബോർഡ് മെമ്മറി, ക്യാഷ് മെമ്മറി പോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, ഇതുമായിട്ട് അപ്പം ബന്ധമില്ലാത്തത്, അഡ്രസ് ബസ്സുമായിട്ട് ബന്ധമില്ലാത്തത് സെക്കൻഡറി മെമ്മറി കേട്ടോ. ഓപ്ഷൻ എ ആണ്. പറഞ്ഞത് മനസ്സിലായോ? വെറുതെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാം, ഇത് ഓൺ ബോർഡ് മെമ്മറി, ക്യാഷ് മെമ്മറി, ഇതെല്ലാം പ്രോസസർ റിലേറ്റഡ് അല്ലെങ്കിൽ മദർ ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറി എല്ലാത്തിനും നമുക്ക് ഒരു ഓൺ ബോർഡ് മെമ്മറി എന്ന് വിളിക്കാനും പറ്റും. അപ്പൊ ഇതിനകത്ത് ബന്ധമില്ലാത്തത് സെക്കൻഡറി മെമ്മറിയാണ്. സോ ദി ആൻസർ ഈസ് സെക്കൻഡറി മെമ്മറി. ക്ലിയർ? ഓപ്ഷൻ എ ആണ് സെക്കൻഡറി മെമ്മറി. ഇത് കറക്റ്റ് കുത്താൻ തരുവാണ്, പക്ഷെ ഞാൻ ആൻസർ തരാം. If M denotes the number of memory locations and N denotes the word size, മുമ്പേ ഞാൻ പറഞ്ഞു വേർഡ് സൈസ് 2 ബൈറ്റ്, 4 ബൈറ്റ്, 8 ബൈറ്റ്, then the expression that denotes the storage capacity is, നമുക്ക് M number of locations തന്നിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഒരു സിനിമാ തിയേറ്റർ കയറുകയാണ്, M ലൊക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ M റോ ഉണ്ടെന്ന് വിചാരിക്കുക, M റോ. പിന്നെ വേർഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു വെറുതെ M*N, പെർഫെക്റ്റ്, അടിപൊളി. അതായത് വെറുതെ ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ഒരു തിയേറ്റർ ആണെന്ന് വിചാരിക്കുക, ഇത്ര റോ ഉണ്ട്, അവിടെ എല്ലാം ഒരു 30 സീറ്റ് വെച്ച് 8, അതായത് എന്താ പറയാ 8 അല്ലെങ്കിൽ 10 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ 30 സീറ്റ് വെച്ച് ഓരോ റോയിലും ഉണ്ട്. അപ്പൊ ആ 30 × 10 അതാണ് നമ്മുടെ സ്റ്റോറേജ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. M*N. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. Okay, storage capacity is the product of number of memory locations, that is the number of words and the word size, or the number of bits stored per location. Okay, അടുത്തത് മുമ്പേ ഞാൻ പറഞ്ഞ കഥ ഓർമ്മയുണ്ടാവല്ലോ. പണ്ടൊക്കെ ഒരു പ്ലാറ്റർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ട്രാക്കേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഓരോരോ ഈക്വൽ സൈസ് സെക്ടേഴ്സ് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കഥ പുതിയ ജനറേഷൻ ആണ്. പുതിയ ജനറേഷനിൽ മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ട്. ഈ ട്രാക്കുകളിലെല്ലാം ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്. ഈ പരിപാടിയുടെ പേരാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് പറയുന്നതാണ് എന്റെ ആൻസർ കേട്ടോ. അതാണ് കൊടുത്തിരിക്കുന്നത്. ഈച്ച് പ്ലാറ്റർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡിവൈഡ് ഇൻടു നമ്പർ ഓഫ് കോൺസെൻട്രിക് ട്രാക്സ്. ഈച്ച് ട്രാക്ക് ഈസ് ഡിവൈഡ് ഇൻടു നമ്പർ ഓഫ് സെക്ടേഴ്സ്, ഈച്ച് ഓഫ് വിച്ച് ക്യാൻ സ്റ്റോർ ദ സെയിം എമൗണ്ട് ഓഫ് ഡേറ്റ. ക്ലിയർ? മുമ്പേ ഞാൻ പറഞ്ഞു റാം ഔട്ട് ഓഫ് ഓർഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവിളി ശബ്ദം ഇടും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിന്റെ വേറൊരു സംഭവമാണ് ഇത്. ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് ചോദിക്കണ്ട കേട്ടോ. കാരണം സ്ക്രാപ്പിംഗ് നോക്കിയാലും, സ്ക്രാപ്പിംഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ലൗഡ് നോയിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ശബ്ദങ്ങളെ, അതായത് നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പോലത്തെ ശബ്ദങ്ങളെ ആണ് നമ്മൾ ക്ലിക്കിംഗ് എന്ന് പറയുന്നത്. ബസ്സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് അതിന് പല ഡെഫിനേഷൻ കൊള്ളാം. ബസർ അമർത്തുന്ന പോലത്തെ ശബ്ദം, അതായത് ലോങ് ശബ്ദം, ഇല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ശബ്ദം, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? All of the above. All of the above ആണ്. ഓക്കെ, UDF, പാർട്ടി ഒന്നുമില്ല കേട്ടോ. UDF സ്റ്റാൻഡ്സ് ഫോർ DNA ആണോ? യൂണിവേഴ്സൽ ഡിസ്ക് ഫോർമാറ്റ്.
ഓഹ്, എന്താ പേരെന്താണ്? നമ്മുടെ പേരെന്താ? ദീപു. പേരെന്താണ്? ദീപു ദീപു. ദീപു. അടിപൊളി ദിവസമാണ്. പോയൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ എല്ലാം യൂണിവേഴ്സൽ ഡിസ്ക് ഫോർമാറ്റ് കേട്ടോ. ദീപു അടിപൊളി. ഓക്കെ, ശരിയാണോ? ശരിയാണ്. യൂണിവേഴ്സൽ ഡിസ്ക് ഫോർമാറ്റ് കേട്ടോ. ഓക്കെ, ഹൗ മച്ച് ഈസ് 1 ടെറാബൈറ്റ് ഈക്വൽ ടു? 1024 GB. 1024 GB കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 8 ബിറ്റിനെ നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുന്നു. 1024 ബൈറ്റിനെ നമ്മൾ മെഗാബൈറ്റ്, നമ്മൾ കിലോ ബൈറ്റ് എന്നാ പറയാം. ഓക്കെ, കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റിനെ നമ്മൾ മെഗാബൈറ്റ് എന്നാ പറയാ. 1024 മെഗാബൈറ്റിനെ നമ്മൾ ജിഗാബൈറ്റ് എന്നാണ് പറയാ. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം, കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഓക്കെ, 1024 ബൈറ്റ്സിനെ നമ്മൾ 1 കിലോ ബൈറ്റ് എന്നാണ് പറയാം.